മുതൽ MSc-യുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ആഴ്ചത്തേക്ക് കൂടി ക്ലാസ്സുകൾ പിന്നീട് ഉണ്ടാവില്ല. കാരണം MSc തേർഡ് സെമ്മിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ക്ലാസ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നെക്സ്റ്റ് 2 ക്ലാസ്സുകളോട് 2 വീക്കിൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ക്ലാസ് MSc എക്സാമിന് ശേഷമായിരിക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് പോവാണ്. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടന്റ് ടെലിപോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് നമ്മൾ ഇതുവരെയുള്ള, അതായത് നമ്മൾ കോണ്ടന്റ് കമ്പ്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ ടു കോണ്ടന്റ് കമ്പ്യൂട്ടേഷൻ എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്. അപ്പൊ അതിൽ വരുന്ന നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ക്വാണ്ടം ഫിനോമിനാസോ അല്ലെങ്കിൽ ക്വാണ്ടം ടെലിപോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ബേസിക് ഐഡിയാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ, ക്വാണ്ടം ടാസ്കുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. എങ്ങനെയാണ് നമുക്ക് ക്വാണ്ടം ടെലിപോർട്ടേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ആദ്യം എന്താണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്താണെന്ന് പറയാം. ടെലിപോർട്ടേഷൻ ഈസ് എ ക്വാണ്ടം ടാസ്ക്, അതായത് ക്വാണ്ടം ടെലിപോർട്ടേഷൻ ആണ്. ക്വാണ്ടം ടെലിപോർട്ടേഷൻ ഈസ് എ ക്വാണ്ടം ടാസ്ക് ഇൻ വിച്ച് അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം എ സെൻഡർ, ആലിസ് എന്നാണ് വിളിക്കുന്നത്, ടു എ സ്പെഷ്യലി സെപ്പറേറ്റഡ് റിസീവർ വയ ആൻ എൻടാങ്കിൾഡ് ചാനൽ വിത്ത് ഹെൽപ്പ് ഓഫ് സം ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടം ടാസ്ക് ആണ്. അതിനകത്ത് ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമുക്ക് അറിയാത്ത ഒരു ക്വാണ്ടം സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതായത് സെൻട്രിൽ നിന്ന് റിസീവറിലേക്ക്, അതായത് സെൻട്രൽ മീൻസ് ആലിസ്, ആലിസിൽ നിന്ന് ബോബിലേക്ക് ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ വയ എൻ എൻടാങ്കിൾഡ് ചാനൽ, അത് നടത്തുന്നത് ഒരു എൻടാങ്കിൾഡ് ചാനലിലൂടെയാണ്. അതിന്റെ കൂടെ നമ്മളൊരു ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷൻ കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന് പറയുന്ന കാര്യം. അതായത് ഒരു എൻടാങ്കിൾഡ് ചാനൽ ഉപയോഗിച്ചിട്ട്, ബോബും ആലിസും തമ്മിലുള്ള ഒരു എൻടാങ്കിൾഡ് ചാനൽ ഉപയോഗിച്ചിട്ട് ആലിസിന്റെ കയ്യിലുള്ള ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ ബോബിന്റെ അടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും പല സിനിമകളിലും ഒക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ടെലിപോർട്ടേഷൻ എന്ന് പറയുന്ന ഐഡിയ ഒക്കെ കാണുന്നുണ്ടാവും. പക്ഷെ അതിലൊക്കെ പലപ്പോഴും ഹ്യൂമൻ ടെലിപോർട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് അതല്ല, ഇത് നമുക്ക് ഫിസിക്കലി റിയൽ സിസ്റ്റത്തിൽ, ക്വാണ്ടം സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മറ്റേതൊക്കെ ഒരു എക്സാജറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓൾറെഡി എക്സ്പെരിമെന്റലി ക്വാണ്ടം ടെലിപോർട്ടേഷൻ അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെയൊക്കെ ടെലിപോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ടെലിപോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. Suppose Alice and Bob are spatially separated and Alice wants to send an unknown quantum state ket psi is equal to alpha and ket 0 plus beta and ket 1 to Bob. അതായത് ആലിസും ബോബും എന്താണ്, സ്പേഷ്യലി സെപ്പറേറ്റഡ് ആണ്. അവർ വളരെ അകലത്തിലിരിക്കുകയാണ്. ആൻഡ് ആലിസ് വാണ്ട്സ് ടു സെൻഡ് ആൻ അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റ്. ആലിസിന് എന്തുണ്ട്, ഈ ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ ബോബിന്റെ അടുത്തേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. കെറ്റ് സൈസ് ഇക്വൽ ടു ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ ആലിസിന് ബോബിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്യണം. ഫോർ സം റീസൺ ഷീ ഈസ് നോട്ട് അലൗഡ് ടു സെൻഡ് എ സ്റ്റേറ്റ് ഡയറക്ട്ലി ത്രൂ എ ക്വാണ്ടം ചാനൽ. പക്ഷെ ഈ ആലിസിന് ഒരു ക്വാണ്ടം ചാനലിലൂടെ എന്തോ കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്വാണ്ടം ചാനലിലൂടെ ചിലപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കാരണം ആലിസ് എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ഒരു ക്വാണ്ടം ചാനലിലൂടെ ചെയ്യുന്നില്ല, സെൻഡ് ചെയ്യുന്നില്ല. അതിന് പകരം അദ്ദേഹം എന്താണ് ആലിസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഷീ കനോട്ട് മെഷർ, പിന്നെ she cannot measure it and send the information
to Bob because the moment she tried to measure the state, it will collapse to ket 0 or ket 1. അതായത് ആലിസിന് അവരുടെ കയ്യിലുള്ള അൺനോൺ കോണ്ടസ്റ്റ് സ്റ്റേറ്റിനെ ബോബിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഈ അൺനോൺ കോണ്ടസ്റ്റ് സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ആണ്. ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷെ ഈ ആലിസിന് ആ ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ആലിസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്റ്റേറ്റിന് നമുക്കൊരു മെഷർമെന്റ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ മെഷർമെന്റ് നടത്തിയിട്ട് ആലിസിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ബോബിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ക്ലാസിക്കൽ ഇൻഫർമേഷൻ കൊടുക്കാം, ഞാൻ ഇന്ന സ്റ്റേറ്റ് ആണ് സെൻഡ് ചെയ്തത് എന്നുള്ളത്. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ആലിസ് ഒരു മെഷർമെന്റ് നടത്തിയാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇതൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലായതുകൊണ്ട് ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നുകിൽ കെറ്റ് 0ലേക്ക് അല്ലെങ്കിൽ കെറ്റ് 1ലേക്ക് കൊലാപ്സ് ചെയ്യും. അങ്ങനെ ഒരു നമ്മൾ ക്വാണ്ടം മെഷർമെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു സൂപ്പർപൊസിഷൻ സ്റ്റേറ്റിൽ ഒരു ക്വാണ്ടം മെഷർമെന്റ് നടത്തുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ആ ഒരു സ്റ്റേറ്റ് കൊലാപ്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ഐഗൻ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. ഇവിടെയാണ് കെറ്റ് 0ലേക്കോ കെറ്റ് 1ലേക്കോ എന്ത് ചെയ്യും, കൊലാപ്സ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് സെൻഡ് ചെയ്യേണ്ട സ്റ്റേറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വാനിഷ് ആയിട്ട് പോയി, അല്ലെങ്കിൽ അത് വേറൊരു സ്റ്റേറ്റ് ആയി പോയി. അതുകൊണ്ട് തന്നെ ആലിസിന് ഒരു അൺനോൺ കോണ്ടസ്റ്റ് സ്റ്റേറ്റ് ആണ് സെൻഡ് ചെയ്യേണ്ടത്. അത് ആലിസിന് പോലും അറിയില്ല എന്താണ് ആലിസ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ആലിസിന്റെ അടുത്ത് ഒരു അൺനോൺ കോണ്ടസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്, പക്ഷെ അത് ആലിസ് മെഷർ ചെയ്യാൻ നോക്കിയാൽ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യിപ്പോ മറ്റൊരു സ്റ്റേറ്റ് ആയിപ്പോ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ ഇൻഫർമേഷൻ ഒക്കെ ലോസ് ആയിപ്പോ. അതുകൊണ്ട് തന്നെ ആലിസിന് മെഷർമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. That is, Alice does not know the state of the qubit she has to send to Bob, and laws of quantum mechanics prevent her from determining the state in her hand. അതായത് ആലിസിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ആലിസിന് എന്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ആ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് പ്രിവെന്റ് her from determining the state in her hand. അവരുടെ കയ്യിലുള്ള സ്റ്റേറ്റിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടം മെഷർമെന്റ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കി ആ സ്റ്റേറ്റ് തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ കൂടാതെ ആൻഡ് ആൾസോ നോ ക്ലോണിംഗ് തിയറം പ്രിവെന്റ് her from taking a copy of the state get psi and send it to Bob. ഇനിയിപ്പോ ആലിസിന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. മെഷർ ചെയ്താൽ നമുക്ക് അത് സ്റ്റേറ്റ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആലിസിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആലിസിന് ഈ സ്റ്റേറ്റിനെ കോപ്പി ചെയ്തിട്ട് ബോബിന് അയച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അതും പോസിബിൾ അല്ല. നോ ക്ലോണിംഗ് തിയർ എന്ന് പറയുന്ന ഒരു തിയർ ഉണ്ട്, നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. എന്താ ചെയ്യാൻ പറ്റില്ല, ഒരു ആർബിട്രറി കോണ്ടസ്റ്റ് സ്റ്റേറ്റിനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആലിസിന് ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റേറ്റിന്റെ കോപ്പി എടുത്തിട്ട് ബോബിന് സെൻഡ് ചെയ്യാനും പറ്റില്ല, കാരണം നോ ക്ലോണിംഗ് തിയറം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഈ ഒരു ആലിസിന് ഈ ഒരു സ്റ്റേറ്റ് സെൻഡ് ചെയ്യണം, പക്ഷെ ഈ 2-3 പോസിബിലിറ്റീസ് ഇല്ല. അപ്പൊ ഈ ഒരു കോണ്ടസ്റ്റിലാണ് ടെലിപ്പോർട്ടേഷൻ വരുന്നത്. ഇൻ ടെലിപ്പോർട്ടേഷൻ ആലിസ് ആൻഡ് ബോബ് ആർ സ്പെഷ്യലി സെപ്പറേറ്റഡ് ആൻഡ് ദേ ഷെയർ ആൻ എൻഡാംഗിൾഡ് സ്റ്റേറ്റ്. അതായത് ടെലിപ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ ആലിസും ബോബും വളരെ സ്പെഷ്യലി സെപ്പറേറ്റഡ് ആണ്. പക്ഷെ അവ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ആലിസും ബോബും ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. This state constitute a quantum channel between Alice and Bob. ഈ ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആലിസിനും ബോബിനും ഇടയിലുള്ള ഒരു ക്വാണ്ടം ചാനലായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ആലിസിന് ഒരു സ്റ്റേറ്റ് അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റ് ബോബിന് സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആലിസും ബോബും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും. Her state never exists in communication channel, but the state get destroyed at Alice end and reappear at Bob end. അതായത് ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷനിൽ അതായത് ഈ ചാനൽ ഉണ്ടാവും, ആലിസിൽ നിന്ന് ബോബിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിൽ എന്തില്ല എന്ന് വെച്ചാൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു പോയിന്റിൽ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് ഒരു റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡ് ചെയ്യുന്ന ഒരു മീഡിയത്തിലൂടെ ആ ഇൻഫർമേഷൻ പോകുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അത് നടക്കുന്നില്ല. അതായത് ആലിസിന്റെ സെൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ആലിസിന്റെ അടുത്ത് നിന്ന് അത് ഡിസ്ട്രോയ് ചെയ്യും, എന്നിട്ട് അത് റീഅപ്പിയർ ചെയ്യുന്നത് ബോബിന്റെ എൻഡ്. ആ രീതിയിലാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ നടത്തുന്നത്. ഒന്നുകൂടി പറയാം, ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷന്റെ അകത്ത് എന്തില്ല എന്ന് വെച്ചാൽ ആലിസിന് ഒരു സ്റ്റേറ്റ് അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റ് ബോബിന് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സെൻഡ് ചെയ്യുന്ന പ്രോസസ്സിൽ സെൻഡിങ് ചാനലിൽ എന്തില്ല, കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഈ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല.
പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ് ആലിസിന്റെ അടുത്ത് നിന്ന് ഡിസ്ട്രോയ് ചെയ്തിട്ട് അത് ബോബിന്റെ അടുത്ത് റീഅപ്പിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഉള്ളത്. ദി ടെലിപോർട്ടേഷൻ സ്കീം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ക്ലാസസ്. അതിനെ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെലിപോർട്ടേഷൻ സ്കീമിന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ സ്കീം ആൻഡ് പ്രോബബിലിസ്റ്റിക് ടെലിപോർട്ടേഷൻ സ്കീം. അതായത് ഇതിൽ ഒരു പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ സ്കീമും ഉണ്ട്, പ്രോബബിലിസ്റ്റിക് ടെലിപോർട്ടേഷൻ സ്കീമും ഉണ്ട്. ഇതാണ് ഈ 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെലിപോർട്ടേഷൻ നടത്താൻ പറ്റും. ഒന്ന് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ, മറ്റൊന്ന് പ്രോബബിലിസ്റ്റിക് ടെലിപോർട്ടേഷൻ. By perfect teleportation, we mean that success rate of teleportation is unity. അതായത് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്സസ് റേറ്റ് ഓഫ് ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ടെലിപോർട്ടേഷൻ നടക്കും. ദിസ് റിക്വയർ മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ്. അതായത് ഒരു പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ഉണ്ടാവണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ടെലിപോർട്ടേഷൻ നടത്തണമെങ്കിൽ ആലിസും ബോബും എന്ത് ചെയ്യണം, ഒരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യണം. ആ ഒരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ആ ഒരു കേസിൽ ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ ആയിരിക്കും. ഇതാണ് ഐഡിയ. The teleportation is also possible even when quantum channel is not maximally entangled, and in this case success rate is less than unity and such a scheme is called probabilistic teleportation. അതായത് പ്രോബബിലിറ്റി ടെലിപോർട്ടേഷന്റെ അകത്ത് ആലിസും ബോബും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആയിരിക്കില്ല ഷെയർ ചെയ്യുന്നത്. അവരൊരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യും, അവര് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആയിക്കോളണം എന്നില്ല. ആ ഒരു കേസിൽ സക്സസ് റേറ്റ് എന്താവില്ല എന്ന് വെച്ചാൽ യൂണിറ്റി ആവില്ല, നമുക്കൊരു പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ നടക്കില്ല. സച്ച് സ്കീം ഈസ് കോൾഡ് പ്രോബബിലിസ്റ്റിക്. ആ ഒരു ടെലിപോർട്ടേഷൻ സ്കീമിനെ പ്രോബബിലിസ്റ്റിക് ടെലിപോർട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. The perfect teleportation was first proposed by Bennett et al. In 1993. അതായത് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ബെന്നറ്റും കുറച്ച് ആളുകളും ചേർന്നിട്ടാണ്. അപ്പോൾ അത് 1993 ഈ ഫസ്റ്റ് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ വന്നിട്ടുള്ളത്. ബെന്നറ്റും മറ്റുള്ള ആളുകളും കൂടിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഒരു ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെലിപോർട്ടേഷൻ ആണ്. എങ്ങനെയാണ് ഈ ബെന്നറ്റൊക്കെ നടത്തിയിട്ടുള്ള ടെലിപോർട്ടേഷൻ, എങ്ങനെയാണ് ആ ഒരു ടെലിപോർട്ടേഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവരുടെ ഒരു ഡിസ്കവറിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഫോമിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ടെലിപോർട്ടേഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു മറ്റൊരു ഐഡിയ മനസ്സിലാക്കാം. ബെൽ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ബെൽ മെഷർമെന്റ് പ്രൊജക്ട് സ്റ്റേറ്റ് ഓഫ് 2 qubit സിസ്റ്റം ഓൺ ടു എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർത്തോഗണൽ മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് കോൾഡ് ബെൽ സ്റ്റേറ്റ്. അതായത് ബെൽ മെഷർമെന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ബെൽ മെഷർമെന്റ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 2 ലെവൽ ക്വാണ്ടം സിസ്റ്റത്തിനെ, അതായത് 2 ലെവൽ ക്വാണ്ടം സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് 2 പാർട്ടിക്കിളുള്ള സിസ്റ്റം നമ്മൾ എടുക്കുന്ന 2 qubit സിസ്റ്റം വേണമെങ്കിൽ എടുക്കും. 2 qubit സിസ്റ്റം ഒരു 2 ലെവൽ ക്വാണ്ടം സിസ്റ്റം ആണ്. ബെൽ മെഷർമെന്റ് എന്ന് വെച്ചാൽ ഒരു 2 qubit സിസ്റ്റത്തിനെ അല്ലെങ്കിൽ 2 ലെവൽ സിസ്റ്റത്തിനെ ഒരു എന്തിലേക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രൊജക്ട് ഓൺ ടു എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർത്തോഗണലി മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ്. അതായത് മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ്, അതായത് 2 qubit സിസ്റ്റത്തിലെ മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണ് ബെൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ബെൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ നമ്മൾ ഒരു 2 qubit സിസ്റ്റത്തെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്. ആ രീതിയിലാണ് എന്തെന്ന് പറയുന്നത് ബെൽ മെഷർമെന്റ് ചെയ്യുന്നത്. ബെൽ മെഷർമെന്റ് അതിൽ ഏതെങ്കിലും ഓരോ ബെൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുക ആ ഒരു 2 qubit സിസ്റ്റത്തിനെ പ്രൊജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ബെൽ മെഷർമെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട്. ബെൽ മെഷർമെന്റ് ക്യാൻ ബി പെർഫോംഡ് യൂസിങ് ദി ഫോളോയിങ് സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെൽ മെഷർമെന്റ് നടത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് സർക്യൂട്ടുകളെല്ലാം ഫെമിലിയർ ആണ്. ഇതിനകത്തൊരു സീനോട്ട് ഗേറ്റ് ഉണ്ട്, പിന്നെ ആദ്യത്തെ ക്യൂബിറ്റിൽ ഹഡമാഡ് ഉണ്ട്, പിന്നെ നമ്മൾ ക്വാണ്ടം മെഷർമെന്റ്, അതായത് ഇവിടെ നമ്മളൊരു മെഷർമെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ ബെൽ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. അതിൽ β00 എന്ന് പറയുന്നത് ആണ് ഇൻപുട്ട് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. ഈ ഒരു സ്റ്റേറ്റിന് β00 കൊടുത്താൽ ഇതിന്റെ ബെൽ മെഷർമെന്റിന്റെ ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. β00 എന്ന് പറയുന്ന ഒരു ഇതാണ്. β00 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബെൽ സ്റ്റേറ്റ് ആണ്. 1/√2 × ket 00 + ket 11 അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഇതിന് കൊടുക്കുന്നു.
അപ്പോൾ നമുക്കറിയാം ഇതിനെ ഫസ്റ്റിൽ സി നോട്ടിലൂടെ കടത്തിവിടുന്നു. സി നോട്ടിലൂടെ കടത്തിവിട്ട നിങ്ങൾക്കറിയാം സി നോട്ടിന്റെ ആക്ഷൻ എന്ന് വെച്ചാൽ സി നോട്ടിൽ എന്തുണ്ട് എന്ന് വെച്ചാൽ കൺട്രോളും ഉണ്ട് ടാർജറ്റും ഉണ്ട്. കൺട്രോൾ 1 ആണെങ്കിൽ ടാർജറ്റ് ഫ്ലിപ്പ് ചെയ്യും, ആ രീതിയിലാണ്. അപ്പോൾ ഇവിടുത്തെ 0-0 ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കാരണം കൺട്രോൾ 0 ആണ്. ഇനി രണ്ടാമത്തതിലെ കൺട്രോൾ 1 ആണ്, അതുകൊണ്ട് രണ്ടാമത്തെ 1 എന്ന് പറയുന്നത് ഫ്ലിപ്പ് ചെയ്ത് 0 ആയി മാറും. അപ്പോൾ ഈ ഒരു β00 സി നോട്ടിലൂടെ കടത്തിവിട്ടാൽ 1/√2 ഇൻറ്റു get 00 പ്ലസ് get 10 ആണ്. ഇനി അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഹടമാഡിലൂടെയാണ് കടത്തിവിടുന്നത്. അതായത് ഹടമാഡിലൂടെ കടത്തിവിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ഫസ്റ്റ് ക്യൂബിറ്റിനെയാണ് ഹടമാഡിലൂടെ കടത്തിവിടുന്നത്. ആ ഒരു കേസിൽ ഇവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇതിലെ ആദ്യത്തെ ടേമിൽ എന്തുണ്ടെന്ന് വെച്ചാൽ get 0 ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹടമാഡിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഹടമാഡിലൂടെ കടത്തിവിട്ട get 0 ഹടമാഡിലൂടെ കടത്തിവിട്ട ഇവിടെ 1/√2 നമ്മൾ ഇവിടെ വെച്ചു. get 0 കടത്തിവിട്ട get 0 പ്ലസ് get 1 ഡിവൈഡഡ് ബൈ √2 കിട്ടും. പിന്നെ get 0 ഇവിടെ തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ 10 ആണെങ്കിൽ 1നെ ഹടമാഡിലൂടെ കടത്തിവിട്ട 1/√2 ഓൾറെഡി ഉണ്ട്. get 0 മൈനസ് get 1 ഡിവൈഡഡ് ബൈ √2. അതായത് ഹടമാഡിലൂടെ കടത്തിവിടും. get 0 കടത്തിവിട്ട get 0 പ്ലസ് get 1 ഡിവൈഡഡ് ബൈ 2. get 1നെ ഹടമാഡിലൂടെ കടത്തിവിട്ട get 0 മൈനസ് get 1 ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പോൾ അതിൽ രണ്ടിലും എന്തുണ്ട് get 0 ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ടുവിനെ ആഡ് ചെയ്താൽ ഇത് get 0 പ്ലസ് get 1 ഇൻറ്റു get 0 എന്ന് വെച്ചാൽ ഈ get 0 രണ്ടിനോടും കൂടെ നമുക്ക് ടെൻസർ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ 1/2 ഇൻറ്റു 1/√2 1/√2 1/2 ഇൻറ്റു get 0 പ്ലസ് get 10 പ്ലസ് 1/√2 ഇൻറ്റു get 0 മൈനസ് get 10. ഇവിടെ ഉള്ള get 10 മൈനസ് get 10 ക്യാൻസൽ ആയിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്നത് get 0 ആണ്. അതായത് ഈ ഒരു സർക്യൂട്ടിലൂടെ നമ്മൾ ഒരു ബെൽ സ്റ്റേറ്റിനെ കടത്തിവിട്ടാൽ β00 കടത്തിവിട്ടാൽ നമുക്ക് എന്താ കിട്ടുക? get 00 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു മെഷർമെന്റ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം get 00 എന്ന ഒരു മെഷർമെന്റ് എടുത്താൽ ഇത് എന്തേ ഉള്ളൂ, ഇത് ഒരു സൂപ്പർപോസിഷൻ സ്റ്റേറ്റിലല്ല. അതുകൊണ്ട് തന്നെ ഇതിന് റിസൾട്ട് 00 ആയിരിക്കും. അതായത് β00 എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് അതിന്റെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 00 ആയിരിക്കും. അതായത് ബെൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബെൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെൽ സ്റ്റേറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക എന്ന് വെച്ചാൽ β00 കൊടുത്തതെന്ന് വെച്ചാൽ get 00 കിട്ടും. ഇനി β01 ആണെങ്കിൽ ഇതേപോലെ കാൽക്കുലേഷൻ ചെയ്യുക. β01 എന്ന് വെച്ചാൽ 1/√2 ഇൻറ്റു get 0 പ്ലസ് get 10 ആണ്. അതിനെ നമ്മൾ സി നോട്ടിലൂടെ കടത്തിവിട്ടാൽ ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കും. അതായത് രണ്ടാമത്തെ ബിറ്റ് 1 ആയതുകൊണ്ട് അത് മാത്രം ഫ്ലിപ്പ് ചെയ്യും. പിന്നെ അതിനെ വീണ്ടും ഹടമാഡിലൂടെ കടത്തിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്നത് get 01 ആണ്. അതായത് β01നെ നമ്മൾ ബെൽ സർക്യൂട്ട് അല്ല, നമ്മൾ ബെൽ മെഷർമെന്റ് നടത്തിയാൽ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ബെൽ മെഷർമെന്റ് നടത്തുന്ന സർക്യൂട്ടിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് get 01 ആണ് കിട്ടുന്നത്. അതുപോലെ get β10നെയും നമ്മൾ അതേ സർക്യൂട്ടിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് ഇതേ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് get 10 കിട്ടും. അതേപോലെ β11നെ നമ്മൾ ഇതിൽ കൂടി കടത്തിവിട്ടാൽ നമുക്ക് get 11 കിട്ടും. അതായത് നമ്മൾ ഈ ഒരു ബെൽ മെഷർമെന്റ് നടത്തുന്ന സർക്യൂട്ടിന് ഇൻപുട്ട് നമ്മൾ ഒരു ബെൽ സ്റ്റേറ്റ് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് 00 01 10 11 എന്ന് പറയുന്ന 4 റിസൾട്ടുകളാണ് കിട്ടുന്നത്. അപ്പൊ അതായത് ഇൻപുട്ട്, അതുകൊണ്ടാണ് ഇതിന് ബെൽ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ബെൽ സ്റ്റേറ്റ് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസിക്കൽ റിസൾട്ട് ആയിട്ടുള്ള 00 01 10 11 എന്ന് പറയുന്ന 4 റിസൾട്ടുകൾ തരും. അപ്പൊ ഇത് വേറെ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നമ്മൾ ബെൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനകത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ബെൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. അതിൽ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ ആദ്യ ഹടമാട് പിന്നെ സി നോട്ട് എന്നുള്ള രീതിയിലായിരുന്നു. ആദ്യ ഹടമാട് പിന്നീട് സി നോട്ട് എന്നുള്ള രീതിയിലായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ എന്തായിരുന്നു വെച്ചാൽ get 00 കൊടുത്ത ഔട്ട്പുട്ട് ആയിട്ട് get β00 കിട്ടും. അതായത് നമ്മൾ ഒരു 00 കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൽ സ്റ്റേറ്റ് കിട്ടും. ഇവിടെ അതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ്. കാരണം നമുക്ക് ആദ്യം ഹടമാട് പിന്നീട് സി നോട്ട് ചെയ്തതിന് പകരം ഇവിടെ ആദ്യം സി നോട്ട് ചെയ്തിട്ട്
എന്ത് ചെയ്യണം, ഇത് ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ്. അതായത് ബെൽ സ്റ്റേറ്റിനെ നമ്മൾ കമ്പ്യൂട്ടേഷണൽ ബേസിസിലേക്ക് കൊണ്ടുവരികയാണ്. β00നെ നമ്മൾ കമ്പ്യൂട്ടേഷണൽ ബേസിസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഓരോന്ന് നേരത്തതിൽ ബെൽ പ്രൊഡക്ഷൻ ഓഫ് ബെൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ബെൽ സ്റ്റേറ്റിന്റെ ആ സർക്യൂട്ടിനകത്ത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ബേസിസിലുള്ള കെറ്റ് 00നെ നമ്മൾ β00 ആക്കും, കെറ്റ് 01നെ β01 ആക്കും. ആ രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അതിന്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഇൻവേഴ്സ് ഓപ്പറേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇൻവേഴ്സ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ തിരിച്ചുള്ള ഓപ്പറേഷൻ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഗേറ്റും യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ അതിനെ ഗേറ്റിനൊക്കെ യൂണിറ്ററി ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഇതാക്കുന്നത്. യൂണിറ്ററി ഓപ്പറേറ്റർ മീൻസ് യു ഇൻവേഴ്സ് ഉണ്ടാവുന്ന ഓപ്പറേറ്റർ ആണ്. അപ്പൊ അതായത് ഇൻവേഴ്സ് ഓപ്പറേഷൻ കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹഡമാഡ് സീനോട്ട് ചെയ്താൽ അതിനെ തിരിച്ച് ആദ്യത്തതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും തിരിച്ചുള്ള ഓർഡറിൽ ചെയ്യണം. ആദ്യം സീനോട്ട് ചെയ്യണം, പിന്നെ ഹഡമാഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ഒരു കേസിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ബെൽ മെഷർമെന്റ് നടത്തിയാൽ കിട്ടുന്നത്. അതായത് ഇൻപുട്ട് ബെൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 00, 01, 10, 11 എന്ന് പറയുന്ന റിസൾട്ടുകൾ കിട്ടും. ഇനി നമുക്ക് സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ നോക്കാം. എങ്ങനെയാണ് സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ നടക്കുന്നത് എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട്, അതായത് ഇതാണ് എന്ത്, ദ ക്വാണ്ടം സർക്യൂട്ട് ഷോൺ ഇൻ ദി ഫിഗർ ബിലോ ഡിസ്ക്രൈബ് ദി ടെലിപ്പോർട്ടേഷൻ സ്കീം ഫോർ സിംഗിൾ ക്യൂബിറ്റ്. ഇവിടെ കാണിച്ചിട്ടുള്ള പിക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, അതായത് അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ക്വാണ്ടം സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് എന്ത് ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. ഇനീഷ്യലി ആലിസ് ആൻഡ് ബോബ് ഷെയർ ദി ബെൽ സ്റ്റേറ്റ്. അതായത് ഇനീഷ്യലി ആലിസും ബോബും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബെൽ സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ടെലിപ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ ആലിസിന്റെ അടുത്ത് നിന്ന് ബോബിന്റെ അടുത്തേക്ക് ഒരു സിംഗിൾ ക്യൂബിറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂബിറ്റ് എന്ത് ചെയ്യാണ് സെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെലിപ്പോർട്ടേഷൻ. ഒരു സ്റ്റേറ്റിനെ, ക്യൂബിറ്റിനെ അല്ല സ്റ്റേറ്റിനെ സെൻഡ് ചെയ്യുന്നതിനെയാണ് നമുക്ക് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ടെലിപ്പോർട്ടേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആലിസും ബോബും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇനീഷ്യലി ആലിസ് ആൻഡ് ബോബ് ഷെയർ ദി ബെൽ സ്റ്റേറ്റ്. ഇവിടെ ഒരു മാക്സിമലി എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ബെൽ സ്റ്റേറ്റ് β00 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആലിസും ബോബും ഷെയർ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇത് നോക്കിയോളൂ. ഇവിടെ 3 ലൈൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ സിംഗിൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓരോരോ ക്വാണ്ടം വയേഴ്സ് ആണ്. നമ്മൾ അത് ഓരോരോ ക്യൂബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ആലിസും ബോബും ഷെയർ ചെയ്യുന്നത് ഏതിലാണ്, ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇതിലാണ്. ഇതിലെ രണ്ടാമത്തത് ആലിസിന്റെ ഇതാണ്, ആലിസിന്റെ ക്യൂബിറ്റ് ആണ്. മൂന്നാമത്തത് എന്താണ്, ബോബിന്റെ ക്യൂബിറ്റ് ആണ്. അപ്പോ ആലിസും ബോബും എന്താണ്, ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് β00 ആണ്. ആ β00 വരുന്നത് 2ലും 3ലും ആണ് വരുന്നത്. വേർ ഫസ്റ്റ് ക്യൂബിറ്റ് ഇൻ ദി ആലിസ് qubit is with Alice and second qubit is with Bob. അതായത് ഈ β00 ഫസ്റ്റ് ക്യൂബിറ്റ് എന്ന് പറയുന്ന ആലിസിന്റെ അടുത്തും രണ്ടാമത്തെ, അതായത് 00 ആദ്യത്തെ 0 എന്ന് പറയുന്ന ആലിസിന്റെ ആണ്, രണ്ടാമത്തത് ബോബിന്റെ 0 ആണ്. ഇവിടെയുള്ള ആലിസിന്റെ 1, ബോബിന്റെത് രണ്ടാമത്തെ 1. അപ്പോൾ ആ രീതിയിലാണ്, അതായത് 2ഉം 3യും തമ്മിലാണ് എന്തെന്ന് പറയുന്നത് എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് എടുക്കുന്നത്. ഇനി ഇനീഷ്യൽ ബെൽ സ്റ്റേറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ എ സിമ്പിൾ EPR സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഹഡമാഡ് ഗേറ്റ് ഫോളോഡ് ബൈ സീനോട്ട് ഗേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഇനീഷ്യൽ, ഇവിടെ നമുക്കൊരു സീനോട്ട് ഗേറ്റ്, ഇവിടെ നമ്മളൊരു β00 സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. ഈ β00 എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഹഡമാഡ് സീനോട്ട് ചെയ്താൽ മതി. അതായത് ഇതിന്റെ ഫ്രണ്ടിൽ 00 കൊടുത്താൽ നമുക്ക് കെറ്റ് β00 കിട്ടും, 01 കൊടുത്താൽ കെറ്റ് β01 കിട്ടും. ഇതാണ് നമ്മൾ ബെൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ട് ആയിരിക്കും ഇവിടുത്തെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടുത്തെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു β00 എന്ന് പറയുന്ന ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആലിസും ബോബും ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നില്ല, ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ദ സ്റ്റേറ്റ് ടു ബി ടെലിപ്പോർട്ടഡ് ഈസ്, അതായത് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് സൈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 ആണ്.
വിച്ച് ഈസ് ദി അൺനോൺ സ്റ്റേറ്റ് ആലിസ് വാണ്ട്സ് ടു സെൻഡ് ടു ബോബ്. അതായത് ഈ ഒരു സ്റ്റേറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യൂബിറ്റ് ആണ് എന്ത് ആലിസിന് ബോബിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്യേണ്ടത്. അതൊരു അൺനോൺ സ്റ്റേറ്റ് ആണ്, ആലിസിന് പോലും അൺനോൺ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതായത് ഈ കെറ്റ് സൈൻ, അതായത് ആ ഒരു സെൻഡ് ചെയ്യേണ്ട സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ ഫസ്റ്റ് ക്യൂബിറ്റ് ഫസ്റ്റ് ലൈനിൽ കൊടുക്കുന്നത്. അതായത് ഇത് ആലീസിന്റെ അടുത്തുള്ള ബോബിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്യേണ്ട സ്റ്റേറ്റ് ഫസ്റ്റ് ലൈനിലാണ് വരുന്നത്. സെക്കൻഡ് തേർഡ് ലൈനിൽ, അതായത് ആദ്യത്തെ ലൈന് ആലീസിന്റെ കയ്യിലാണുള്ളത്, കാരണം ആലീസിന്റെ അടുത്താണ് ഈ സ്റ്റേറ്റ് ഉള്ളത്. രണ്ടാമത്തെ ആലീസിന്റെ ഇതാണ്. 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് ബോബിന്റെ കയ്യിലുള്ള ഇതാണ് കാണിച്ചിട്ടുള്ളത്, ക്യൂബിറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും 2ഉം 3ഉം ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആലിസും ബോബും ഷെയർ ചെയ്യുന്ന എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആണ് 2ഉം 3ലും കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലൈനിൽ കാണിച്ചിട്ടുള്ളത് ആലിസിന് സെൻഡ് ചെയ്യേണ്ട, ടെലിപോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ആണ്. ദി സ്റ്റേറ്റ് ഇൻപുട്ട് ടു ദി സർക്യൂട്ട് ഈസ്, അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3 ക്യൂബിറ്റ് ആണ് ഈ ഒരു കേസിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊത്തം സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് വെച്ചാൽ കെറ്റ് സൈ ഇൻറ്റു ബീറ്റ 00 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. കെറ്റ് സൈ 0 ആണ് ഇതിന്റെ ആ ഒരു കോണ്ടർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് കെറ്റ് സൈ ടെൻസർ പ്രൊഡക്റ്റ് ബീറ്റ 00 ആണ്. നമ്മൾ 3 ലൈൻ ഉണ്ടെങ്കിൽ 3ന്റെയും ടെൻസർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അതായത് 2ലും 3ലും ഒരു എൻഡാങ്കിൾ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ടാണ് ബീറ്റ 00 എന്ന് എടുത്തിട്ടുള്ളത്. ആദ്യത്തതിൽ കെറ്റ് സൈ, അപ്പം കെറ്റ് സൈ ഇതിന്റെ ഇടയിൽ വേണേൽ ടെൻസർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പൊ ടെൻസർ പ്രൊഡക്റ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഈ നൊട്ടേഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കെറ്റ് സൈ ഇൻറ്റു കെറ്റ് ബീറ്റ 00, ഇതൊരു 3 ക്യൂബിറ്റ് ആണ്. അതാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതായത് ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ കെറ്റ് സൈ 0 ആണ് എന്ത് ഇൻപുട്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇൻപുട്ട് കെറ്റ് സൈ 0-ലാണെങ്കിൽ കെറ്റ് സൈ ഉണ്ട്. കെറ്റ് സൈ എന്ന് വെച്ചാൽ ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 ആണ്. പിന്നെ കെറ്റ് ബീറ്റ 00 ഉണ്ട്. ബീറ്റ 00 മീൻസ് കെറ്റ് 00 പ്ലസ് കെറ്റ് 11 ഡിവൈഡഡ് ബൈ √2 ആണ് ആ ഒരു കെറ്റ് ബീറ്റ 00 എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തമ്മിൽ ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആൽഫ ഇൻറ്റു കെറ്റ് 00 പ്ലസ് ആൽഫ ഇൻറ്റു കെറ്റ് 011 പ്ലസ് ഇത് പരസ്പരം ടെൻസർ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് 4 ടേം കിട്ടും. ആ ടേമുകളാണ് ഇവിടെ. 1/√2 നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് എടുത്തു. ബാക്കിയുള്ളത് ആൽഫ ഇൻറ്റു കെറ്റ് 00. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സൈ 0 എന്ന് പറഞ്ഞാൽ ഒരു 3 ക്യൂബിറ്റ് സ്റ്റേറ്റ് ആണ്, കാരണം 3 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വരുന്നതൊക്കെ 3 ക്യൂബിറ്റ് രീതിയിലായിരിക്കും. കെറ്റ് 000, കെറ്റ് 011, പിന്നെ ബീറ്റ ഇൻറ്റു കെറ്റ് 100, കെറ്റ് 111. ഈ രീതിയിലാണ് ഇൻപുട്ട് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് സ്റ്റേറ്റ് ഇവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ് ആണെന്ത്, അതായത് ഈ സീനോട്ടിലൂടെ ഹർമാഡിലൂടെ ഒക്കെ കടത്തി വിടുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ് ആണ് ഇത്. ഹിയർ വി യൂസ് ദി കൺവെൻഷൻ ദാറ്റ് ഫസ്റ്റ് ക്യൂബിറ്റ് belonging to Alice and ഫസ്റ്റ് 2 ക്യൂബിറ്റ് belonging to Alice and തേർഡ് ക്യൂബിറ്റ് ടു ബോബ്. അതായത് ഈ ഒരു സ്റ്റേറ്റിൽ കെറ്റ് സൈ 0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇതിലും ഒരു 3 ക്യൂബിറ്റ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ 2 ക്യൂബിറ്റും എന്താണ് ആലിസിന്റെ കയ്യിലുള്ളതാണ്, മൂന്നാമത്തെ ക്യൂബിറ്റ് ബോബിന്റെ കയ്യിലുള്ളതാണ്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. ഒന്ന് ഫസ്റ്റ് ക്യൂബിറ്റ് എന്ന് പറയുന്ന ആലിസിന് സെൻഡ് ചെയ്യേണ്ട ക്യൂബിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്ന ആലിസും ബോബും ഷെയർ ചെയ്യുന്ന എൻഡാങ്കിൾ സ്റ്റേറ്റിന്റെ ആലിസിന്റെ പാർട്ട്, തേർഡ് ക്യൂബിറ്റ് എന്ന് പറയുന്നത് ആലിസും ബോബും ഷെയർ ചെയ്യുന്ന ഇതിന്റെ എൻഡാങ്കിൾഡ് സ്റ്റേറ്റിന്റെ ബോബിന്റെ പാർട്ട്. അപ്പോ ആദ്യത്തെ 2 ക്യൂബിറ്റും എന്താണ് ആലിസിന്റെ സ്റ്റേറ്റ് ആയിരിക്കും, തേർഡ് ക്യൂബിറ്റ് എന്ന് പറയുന്നത് ബോബിന്റെ സ്റ്റേറ്റ് ആയിരിക്കും. ആ രീതിയിലാണ് ഈ ഒരു സ്റ്റേറ്റ് ഇതാക്കിയിട്ടുള്ളത്. ഇതാണ് ഇൻപുട്ട്, ആ ഒരു നേരത്തെ കാണിച്ചിട്ടുള്ള സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആയിട്ടുള്ളത്. Here we use the convention that the first qubit belonging to Alice and third qubit belonging to Bob. ഇനി ആലിസ് സെൻഡ് ഹെർ ക്യൂബിറ്റ് ത്രൂ സീനോട്ട് ഗേറ്റ്. ആദ്യം ആലിസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൽ വരുന്നത് സീനോട്ട് ഗേറ്റിലൂടെയാണ് ആലിസ് അദ്ദേഹത്തിന്റെ ക്യൂബിറ്റിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ സീനോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ട അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത് വെച്ചാൽ ഒരു സൈ 1 എന്ന് പറയുന്നത്, അതായത് സീനോട്ടിന് ശേഷം ഉള്ള സ്റ്റേറ്റ് നമ്മൾ സൈ 1 എന്നുള്ളതാണ്. അതാണ് ഇവിടെ സീനോട്ടിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് സൈ 1 നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സീനോട്ട് കണക്ട് ചെയ്യുന്നത് ആലിസിന്റെ കയ്യിലുള്ള 2 ക്യൂബിറ്റുകൾ ഉണ്ട്. ഒന്ന് ആലിസിന് സെൻഡ് ചെയ്യേണ്ട ക്യൂബിറ്റും, ഒന്ന് ആലിസ് ബോബുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് വരുന്ന ആ ഒരു ക്യൂബിറ്റും. അപ്പൊ ആ ഒരു ഇതിലാണ് ആലിസിന്റെ ആ പാർട്ടിലാണ് നമ്മൾ ഇവിടെ സീനോട്ട് ഗേറ്റിലൂടെ കടത്തിവിടുന്നത്.
അപ്പൊ അങ്ങനെ കടത്തിവിട്ട അതിന്റെ ഔട്ട്പുട്ട് psi1 ആണ്. അപ്പൊ സീനോട്ടിലൂടെ കടത്തിവിട്ട എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സീനോട്ട് ആദ്യത്തെ 2 ബിറ്റിലാണ് സീനോട്ട് വരുന്നത്, മൂന്നാമത്തത് ബോബിന്റെ പാർട്ടിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെ സീനോട്ടിലൂടെ കടത്തിവിട്ടാൽ 1/√2 ഇൻറ്റു ആൽഫ ഇൻറ്റു 0 അതായത് സീനോട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കൺട്രോളിൽ 1 വന്ന ടാർജറ്റ് ഫ്ലിപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ കൺട്രോളിൽ 0 ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിലെ കെറ്റ് 0 ആണെങ്കിൽ അത് അതുപോലെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേലാണെങ്കിലും കൺട്രോൾ 0 ആണ്. അതുകൊണ്ട് തന്നെ ടാർജറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബിറ്റ് ആണ്. ടാർജറ്റ് ബിറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതിലെ കൺട്രോൾ ഫസ്റ്റ് ബിറ്റ് ആണ്, ടാർജറ്റ് സെക്കൻഡ് ബിറ്റ് ആണ്. തേർഡ് ക്യൂബിറ്റിൽ ഒന്നുമില്ല. അതുകൊണ്ട് തേർഡ് ക്യൂബിറ്റിൽ ഒരു വ്യത്യാസം വരില്ല. കൺട്രോൾ അനുസരിച്ചിട്ട് ടാർജറ്റ് ഫ്ലിപ്പ് ചെയ്യും എന്നുള്ളതാണ്. കൺട്രോൾ 0 ആണ് ടാർജറ്റ്, അതുപോലെ കൺട്രോൾ 1 ആണ് ടാർജറ്റ് ഫ്ലിപ്പ് ചെയ്യും. അതാണ് ഐഡിയ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 സ്റ്റേറ്റിലും കൺട്രോൾ 0 ആണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, ആദ്യത്തെ 2 മാറില്ല. പക്ഷെ മൂന്നാമത്തേലും നാലാമത്തേലും എന്തുണ്ട്, കെറ്റ് 1 വരുന്നുണ്ട്, കൺട്രോൾ 1 വരുന്നുണ്ട്. അതുകൊണ്ട് 1 വരുമ്പോൾ രണ്ടാമത്തെ ബിറ്റ് ഫ്ലിപ്പ് ചെയ്യും. അപ്പൊ 100 എന്തായി മാറും എന്ന് വെച്ചാൽ 110 ആയി മാറും. 111 എന്ന് പറയുന്നത് കൺട്രോൾ 1 ആയതുകൊണ്ട് ടാർജറ്റ് എന്ത് ചെയ്യുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നു. 1 ഉള്ളത് 0 ആയി മാറും. അപ്പൊ 11101 എന്ന് വരും. അതായത് ഈ psi0നെ നമ്മൾ സീനോട്ടിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് psi1 കിട്ടും. ഇതാണ് ആ ഒരു psi1 ആയിട്ട് കിട്ടുന്നത്. ഇതാണ് അതിന്റെ കൺട്രോൾ സീനോട്ടിലൂടെ കടത്തിവിട്ടാലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ടിൽ കൺട്രോൾ സീനോട്ടിലൂടെ കടത്തിവിട്ട് പിന്നെ ഹടമാടാണ്. ഹടമാട് എന്ന് പറയുന്നത് സീനോട്ടിന് ശേഷം ഫസ്റ്റ് ക്യൂബിറ്റിലാണ് വരുന്നത്. അതിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഹടമാടിലൂടെ നമ്മൾ കടത്തിവിടുകയാണ്. അപ്പൊ ഫസ്റ്റ് ക്യൂബിറ്റിനെ ഹടമാടിലൂടെ കടത്തിവിടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, കെറ്റ് 0നെ ഹടമാടിലൂടെ കടത്തിവിട്ട കെറ്റ് 0 പ്ലസ് കെറ്റ് 1 ഡിവൈഡഡ് ബൈ √2 ആണ്. അതുപോലെ തന്നെ കെറ്റ് 1 ആണെങ്കിൽ കെറ്റ് 0 മൈനസ് കെറ്റ് 1 ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പൊ അതായത് ഇത് എന്തായി മറിച്ച് ഇവിടെ 4 ടേമാണുള്ളത്, അത് സ്പ്ലിറ്റ് ചെയ്ത് 8 ടേമായിട്ട് മാറും. കാരണം ഇതിലെ ഓരോന്നും എന്ത് വരും എന്ന് വെച്ചാൽ 2 ടേമുകളായിട്ട് മാറും. കെറ്റ് 0 ഉള്ളത് കെറ്റ് 0 പ്ലസ് കെറ്റ് 1 ഡിവൈഡഡ് ബൈ √2 കിട്ടും. അതാണ് ഇവിടെ ഇത് ഇതാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് 1/√2 ഓൾറെഡി പുറത്തുണ്ട്. പിന്നെ എല്ലാത്തിലും നമ്മൾ ഇതിനെ ഹടമാടിലൂടെ കടത്തി വിടുമ്പോൾ ഒരു 1/√2 കൂടി വരും. അങ്ങനെ 1/√2 എല്ലാത്തിലും വരുന്ന ആ 1/√2 നോക്കി 1/2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇനി ആൽഫേൻ്റെതാണെങ്കിൽ ആൽഫ ഇൻറ്റു കെറ്റ് 0 പിന്നെ കെറ്റ് 100. അതായത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ഇത് 2 ടേമായി മാറും. ഇത് അതുപോലെ 2 ടേമായി മാറും. കെറ്റ് 0 എന്നുള്ള രീതിയിൽ. അപ്പൊ അതുപോലെ ഇതും എന്ത് വരും എന്ന് വെച്ചാൽ ഇവിടെയുള്ള 2 ടേം 4 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് psi2 എന്ന് പറയുന്നത്. psi2 എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, psi2 എന്ന് പറഞ്ഞാൽ സീനോട്ട് ആദ്യം psi0 ആയിരുന്നു ഇൻപുട്ട് സ്റ്റേറ്റ്. അതിനെ സീനോട്ടിലൂടെ കടത്തിവിട്ട psi1 കിട്ടി. പിന്നീട് ഒരു ഹടമാടിലൂടെ കടത്തിവിട്ട നമുക്ക് psi2 കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഒരു സിമ്പിൾ ഫോമിൽ നമുക്ക് ആവശ്യമുള്ള ടേമുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്ലബ് ചെയ്യുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ ആലിസിന്റെ പാർട്ട് കോമൺ ആയിട്ട് എടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു 3 ക്യൂബിറ്റ് സ്റ്റേറ്റ് ആണ്. ഈ 3 ക്യൂബിറ്റ് സ്റ്റേറ്റിൽ ആദ്യത്തെ 2 ആലിസിന്റെ കയ്യിലുള്ളതാണ്, മൂന്നാമത്തത് ബോബിന്റെ കയ്യിലുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ആലിസിന്റെ കയ്യിലുള്ള 2 കെറ്റ് 0 വരുന്ന ടേമുകളെ അല്ലെങ്കിൽ ആലിസിന്റെ സ്റ്റേറ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കെറ്റ് 0 വരുന്ന ടേം ആദ്യത്തേൽ കെറ്റ് 0 ആണ് ആലിസിന്റെ പാർട്ട്. അതുപോലെ കെറ്റ് 0 വരുന്ന ടേം ഇതാണ്, കെറ്റ് 001 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കോമൺ ആയിട്ട് ഇങ്ങെടുക്കുന്നു. കെറ്റ് 0നെ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്തുണ്ടാവും, ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ടേം കിട്ടും. അങ്ങനെ കെറ്റ് 0 ആദ്യം കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ കെറ്റ് 0 ഇൻറ്റു ആലിസിന്റെ പാർട്ടിൽ വരുന്ന കെറ്റ് 0നെ കോമൺ ആയിട്ട് എടുത്താൽ ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടും. പ്ലസ് ഇനി രണ്ടാമത്തെ ടേം 0-1 വരുന്നത്, ഇവിടെ ഒരു 0-1 വരുന്ന ടേം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 0-1 വരുന്ന മറ്റൊരു ടേം ഉണ്ട്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും വെച്ചാൽ ആൽഫ ഇൻറ്റു കെറ്റ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 0 എന്ന് പറയുന്ന ടേം കിട്ടും. അങ്ങനെ 10 വരുന്നതിനെയും സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. കെറ്റ് 11 എന്ന് പറയുന്ന ടേമിനെയും നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു psi2 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റേറ്റ് ആണ്.
ഇവിടെ അതായത് സീനോട്ടിലൂടെയും ഹഡ്മാഡിലൂടെയും കടത്തി വിട്ടതിന് ശേഷമുള്ള സ്റ്റേറ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ക്വാണ്ടം മെഷർമെന്റ് നടത്തുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അത് നമ്മൾ ഒന്നുകൂടി ഒരു സിമ്പിൾ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഒരു മെഷർമെന്റ് നടത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ഇതിലൂടെ ഇതാക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഈ ഒരു സ്റ്റേറ്റിനെ ആണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മളൊരു മെഷർമെന്റ് നടത്തുന്നത്. അപ്പൊ മെഷർമെന്റ് നടത്തിയ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിന് നമ്മളൊരു മെഷർമെന്റ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ റിസൾട്ട് ആയിരിക്കും. 1 ഓഫ് ദി ഐഗൻ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മളൊരു കെറ്റ് 00 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ കെറ്റ് 00 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 00 എന്ന് പറയുന്ന ക്ലാസിക്കൽ റിസൾട്ട് കിട്ടും. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെഷർമെന്റ് നടത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ആലിസിന്റെ പാർട്ടിൽ ഒരു മെഷർമെന്റ് നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ആലിസിന്റെ പാർട്ടുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആ മെഷർമെന്റ് നടത്തുന്നത് ആദ്യത്തെ 2 ബിറ്റിലാണ്. മൂന്നാമത്തെ ബിറ്റ് എന്ത് ചെയ്യില്ല എന്ന് വെച്ചാൽ അവിടെ മെഷർമെന്റ് ഒന്നും നടത്തുന്നില്ല. പക്ഷെ ഇതൊരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ആലിസിന്റെ മെഷർമെന്റും എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആലിസിന്റെ പാർട്ടിൽ നമ്മളൊരു മെഷർമെന്റ് നടത്തിയാൽ അത് ബോബിന് എന്ത് ചെയ്യുന്നുണ്ടാവും, എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു മെഷർമെന്റ് നടത്തിയാൽ, അതായത് ഇൻ the state psi 2, the first term has an Alice qubit in the state ket 00 and Bob qubit in the state alpha into ket 0 plus beta into ket 1, which is the original state. അതായത് ഈ ഒരു സ്റ്റേറ്റിനകത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആലിസിന്റെ ക്യൂബിറ്റ് എന്ന് പറയുന്നത് കെറ്റ് 00 ആണ്. ബോബിന്റെ സ്റ്റേറ്റ് ആണ് എന്ത്, ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1. ഇനി രണ്ടാമത്തേതിൽ ആലിസിന്റെ ക്യൂബിറ്റ് എന്ന് പറയുന്നത് 01 ആണ്, സ്റ്റേറ്റ് 01 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോബിന്റെ സ്റ്റേറ്റ് ആണ് ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 0 എന്ന് പറയുന്നത്. If Alice perform a measurement and obtain a result, then Bob system will be in the state കെറ്റ് psi. അതാണ് നോക്കേണ്ടത്. ഇനി നോക്കിക്കോളൂ, ഈ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ മെഷർമെന്റ് നടത്തുന്നത്. എന്ത് മെഷർമെന്റാണ് നടത്തുന്നത് വെച്ചാൽ ഇവിടെയുള്ള ആലിസിന്റെ 2 ബിറ്റ് അങ്ങ് മെഷർ ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ മെഷർമെന്റ് നടത്തുന്നത്. ആലിസിന്റെ 2 ബിറ്റുകൾ എന്താണെന്നുള്ള ആലിസിന്റെ പാർട്ടിലാണ് നമ്മൾ മെഷർമെന്റ് നടത്തുന്നത്. ബോബിന്റെ പാർട്ടിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതായത് ഈ സൈറ്റൂലാണ്, ഇവിടെ കാണിച്ചിട്ടുള്ള സൈറ്റൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു മെഷർമെന്റ് നടത്തുന്നത് ആലിസിന്റെ പാർട്ടിൽ. അപ്പൊ നമുക്കറിയാം, ഒരു 2 ക്യൂബിറ്റ് സ്റ്റേറ്റിൽ നമ്മൾ ഒരു മെഷർമെന്റ് നടത്തിയാൽ നമുക്ക് 4 പോസിബിൾ റിസൾട്ടാ കിട്ടുക. അതായത് ഒന്ന് കെറ്റ് 00 ആണെങ്കിൽ 00 എന്ന് കിട്ടും, 11 ആണെങ്കിൽ 11 കിട്ടും, 01 കിട്ടും, 10 എന്ന് പറയുന്ന 4 റിസൾട്ടുകളാണ് കിട്ടുക. അപ്പോ നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആലിസിന്റെ പാർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ സൈറ്റൂല് നമ്മൾ ആലിസിന്റെ ഒരു മെഷർമെന്റ് നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, 00 ആയിരിക്കും. അതായത് ഈ ആലിസ് പെർഫോം എ മെഷർമെന്റ് ആൻഡ് ഒബ്റ്റെയിൻ ദി റിസൾട്ട് 00, then Bob system will be in the state കെറ്റ് psi. അതായത് ആലിസിന്റെ മെഷർമെന്റ് നടത്തിയിട്ട് ഈ ഒരു സ്റ്റേറ്റിൽ ആലിസിന്റെ പാർട്ടിൽ മെഷർമെന്റ് നടത്തിയിട്ട് 00 കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അതായത് ഈ സൈറ്റ് എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 4 പോസിബിൾ സ്റ്റേറ്റ് ആണ്. 4 സ്റ്റേറ്റുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് മെഷർമെന്റ് നടത്തിയാൽ നമുക്കറിയാം 1 ഓഫ് ദി റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആലിസിന്റെ പാർട്ടിൽ നമ്മളൊരു മെഷർമെന്റ് നടത്തുന്ന കേസിൽ നമുക്ക് എന്താ കിട്ടാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒന്നുകിൽ 00 കിട്ടും, 01 കിട്ടും, 10 കിട്ടും, അല്ലെങ്കിൽ 11 കിട്ടും. 00 ആണ് കിട്ടുന്നതെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ നമുക്ക് ഈ സിസ്റ്റം എന്തിലേക്ക് കൊലാപ്സ് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. ബാക്കിയുള്ള ഒക്കെ അങ്ങ് വാനിഷ് ആയിപ്പോ. ആ ഒരു കേസിൽ ബോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 ആണ്. ഇവിടെയാണ് നമുക്ക് ആ കീ പോയിന്റ് വരുന്നത്. അതായത് ഈ ഒരു സൈറ്റിൽ നമ്മൾ ഒരു മെഷർമെന്റ് നടത്തുന്ന കേസിൽ ആലിസിന്റെ റിസൾട്ട് കെറ്റ് 00 ആണെങ്കിൽ, ആലിസിന് കിട്ടുന്ന റിസൾട്ട് 00 ആണെങ്കിൽ ബോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ആണ്. അതായത് ആലിസിന്റെ പാർട്ടിൽ നമ്മളൊരു മെഷർമെന്റ് നടത്തുമ്പോഴത്തേക്ക് ബോബിന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ബോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, കൊലാപ്സ് ചെയ്യുന്നു. അപ്പോ നമുക്ക് എന്ത് കിട്ടി, ബോബിന് എന്ത് കിട്ടി, ആ ഒരു സ്റ്റേറ്റ് ടെലിപ്പോർട്ട് ചെയ്യപ്പെട്ടു.
ഇനി ഇതുകൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോബ് പോസ്റ്റ് മെഷർമെന്റ് സ്റ്റേറ്റ് ഗിവൺ ദി റിസൾട്ട് ഓഫ് ആലിസ് മെഷർമെന്റ് ഈസ് ആസ് ഫോളോസ്. അതായത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ മെഷർമെന്റ് നടത്തിയാൽ, ആലിസിന്റെ പാർട്ടിൽ മെഷർമെന്റ് നടത്തിയാൽ നമുക്ക് 4 റിസൾട്ടുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്. കെറ്റ് 00 കിട്ടാം, 01 കിട്ടാം, 10 കിട്ടാം, 11 കിട്ടാം. കെറ്റ് 00 കിട്ടുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് സിസ്റ്റം ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. 01 ആണ് കിട്ടുന്നതെങ്കിൽ ദ കംപ്ലീറ്റ് സിസ്റ്റം രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. 10 ആണ് കിട്ടുന്നതെങ്കിൽ എൻറ്റയർ സിസ്റ്റം ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. 11 ആണെങ്കിൽ എൻറ്റയർ സിസ്റ്റം ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. അങ്ങനത്തെ കേസിൽ കെറ്റ് 00 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ബോബിന്റെ പാർട്ട് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1. അതായത് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് തന്നെ എന്ത് കിട്ടി? ബോബിന് കിട്ടി. അപ്പോ ഇനി 01 ആണ് കിട്ടുന്നത് വിചാരിച്ചോളൂ. ആലിസ് മെഷർമെന്റ് നടത്തിയിട്ട് 01 ആണെങ്കിൽ ആൽഫ ഇൻറ്റു കെറ്റ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും ബോബിന് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഇത് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് അല്ല. പക്ഷെ നമുക്കറിയാം ഈ സ്റ്റേറ്റ് ആ കിട്ടിയിട്ടുള്ളത്. 01 കിട്ടിയാൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ആയിരിക്കും ബോബിന് കിട്ടിയിട്ടുള്ളത്. അതേപോലെ കെറ്റ് 10 ആണെങ്കിൽ ബോബിന് കിട്ടിയിട്ടുള്ളത് എന്താണ്? ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 ആണ്. ഇത് അല്ല നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് അല്ല കിട്ടിയിട്ടുള്ളത്. 11 ആണ് കിട്ടുന്നതെങ്കിൽ ബോബിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു കെറ്റ് 0 ആൽഫ ഇൻറ്റു കെറ്റ് 1 മൈനസ് ബീറ്റ ഇൻറ്റു കെറ്റ് 0. ഈ ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. അതായത് ഡിപ്പെൻഡിങ് ഓൺ ആലിസ് മെഷർമെന്റ് ഔട്ട്കം ബോബ് ക്യൂബിറ്റ് വിൽ ബി ഇൻ വൺ ഓഫ് ദി പോസിബിൾ സ്റ്റേറ്റ്സ്. ആലിസിന്റെ മെഷർമെന്റിനനുസരിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞു ആലിസിന്റെ മെഷർമെന്റ് നടത്തിയ 00, 01, 10, 11 എന്ന് പറയുന്ന റിസൾട്ടുകളായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോബിന് ഈ 4 പോസിബിൾ റിസൾട്ടുകൾ കിട്ടാം. അതായത് നമുക്ക് ഇത് കമ്പൈൻഡ് സ്റ്റേറ്റിൽ ആലിസിന്റെയും ബോബിന്റെയും കമ്പൈൻഡ് സ്റ്റേറ്റിൽ നമ്മൾ ആലിസിന്റെ പാർട്ടിൽ ഒരു ബെൽ മെഷർമെന്റ് നടത്തിയ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് വെച്ചാൽ ഈ 4 റിസൾട്ടുകളായിരിക്കും ആലിസിന്റെ അവിടെ കിട്ടുന്നത്. അതേ സമയത്ത് ബോബിന്റെ സ്റ്റേറ്റ് ഈ 4 പോസിബിൾ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. അപ്പോൾ ഡിപ്പെൻഡ് മെഷർമെന്റ് ഔട്ട്കം, ആലിസിന്റെ മെഷർമെന്റ് ഔട്ട്കമ്മിന്റെ അടിസ്ഥാനത്തിൽ ബോബി ക്യൂബിറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ വൺ ഓഫ് ദി 4 പോസിബിൾ സ്റ്റേറ്റ്. 4 സ്റ്റേറ്റിൽ ഏതിലേക്കെങ്കിലും ഒന്നിലേക്ക് കൊലാപ്സ് ചെയ്യുന്നുണ്ടാവും. If Alice measurement yield 00, then Bob need not do anything and he get original state get psi. ഇനി ആലിസ് മെഷർമെന്റ് നടത്തിയിട്ട് 00 ആണ് കിട്ടുന്നതെങ്കിൽ ബോബ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഒറിജിനൽ സ്റ്റേറ്റ് തന്നെ കിട്ടി. അതായത് നമുക്ക് 00 കിട്ടുന്നതെങ്കിൽ ബോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റ് തന്നെയായിരിക്കും ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആലിസിന് 00 കിട്ടിയാൽ ബോബിന് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട അതേ സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഈ ആലിസ് മെഷർമെന്റ് ഈൽഡ് 01, ആലിസിന്റെ മെഷർമെന്റ് 01 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോബ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോബ് അപ്ലൈ എക്സ് ഗേറ്റ് ടു ഗെറ്റ് സൈ. ബോബ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സ് ഗേറ്റ് എന്ത് കൊടുത്താൽ മതി. അതായത് എക്സ് ഗേറ്റ് കൊടുക്കാന്ന് വെച്ചാൽ ഇതിനെ ഈ ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 നമ്മൾ ഒരു എക്സ് ഗേറ്റിലൂടെ അങ്ങ് കടത്തി വിട്ടാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ആൽഫ ഇൻറ്റു എക്സ് ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എന്ത് ചെയ്യും? എക്സ് ഗേറ്റ് എന്ത് ചെയ്യാണ്? ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കെറ്റ് 0 എന്താക്കൂ? അല്ലെങ്കിൽ കെറ്റ് 1 0 ആക്കൂ, 0 1 ആക്കും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെ ഒരു എക്സ് ഗേറ്റിലൂടെ കടത്തിയിട്ട് അതിന്റെ മേലുള്ള സ്റ്റേറ്റ് കിട്ടും. 1 0 ആക്കും, 0 1 ആക്കും. അപ്പോ ആലിസിന്റെ റിസൾട്ട് 01 ആണ്. ബോബ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബോബ് അതിനെ കിട്ടിയ ബോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റിനെ എക്സ് ഗേറ്റിലൂടെ കടത്തിവിട്ട അദ്ദേഹത്തിന് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് കിട്ടും. ഇനി ആലിസിന്റെ റിസൾട്ട് 10 ആണെങ്കിൽ സ്റ്റേറ്റ് എന്തായിരുന്നു? ഈ ഒരു സ്റ്റേറ്റ് ആണ്. ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആൽഫ നമുക്ക് കിട്ടേണ്ട ഈ ഒരു സ്റ്റേറ്റ് ആണ്. ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സെഡ് ഗേറ്റിലൂടെ കടത്തിവിട്ടെ. കാരണം ഇവിടെ സെഡ് ഗേറ്റിലൂടെ കടത്തിവിടുമ്പോൾ 1 മാത്രം -1 ആവും. കെറ്റ് 0 തന്നെയാണ്. അതായത് ഈ ഒരു സ്റ്റേറ്റിനെ സെഡ് ഗേറ്റിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് കെറ്റ് സൈ കിട്ടും. അപ്പോ എന്താ ഐഡിയ എന്ന് വെച്ചാൽ ആലിസ് മെഷർമെന്റ് നടത്തിയിട്ട് 10 ആണ് ആലിസിന് കിട്ടുന്നതെങ്കിൽ ബോബ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്റ്റേറ്റിനെ സെഡ് ഗേറ്റിലൂടെ കടത്തിവിട്ടാൽ ഒറിജിനൽ സ്റ്റേറ്റ് കിട്ടും. അതുപോലെ ഈ ആലിസ് മെഷർമെന്റ് ഈസ് 11, ആലിസിന്റെ മെഷർമെന്റ് 11 ആണെങ്കിൽ ബോബ് എന്ത് ചെയ്യണം? ഇത് ഈ 2 ഗേറ്റിലൂടെയും കൂടി കടത്തിവിടണം. എക്സ് ഗേറ്റിലൂടെയും കടത്തിവിടണം, സെഡ് ഗേറ്റിലൂടെയും കടത്തിവിട്ടാൽ എന്ത് ചെയ്യും? കാരണം 2 ഓപ്പറേഷൻ നടത്തണം. അതായത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സെഡ് ഗേറ്റിലൂടെ കടത്തിവിടാം. സെഡ് ഗേറ്റിലൂടെ കടത്തിവിട്ട് പിന്നെ എക്സ് ഗേറ്റിലൂടെ കടത്തിവിട്ടാൽ എന്ത് കിട്ടും? ഈ ഒരു സ്റ്റേറ്റ് കിട്ടും. അതാണ്.
ഐഡിയ. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതായത് നമുക്കൊരു ടെലിപോർട്ട് ചെയ്യണം, ഒരു സ്റ്റേറ്റിനെ ടെലിപോർട്ട് ചെയ്യണമെങ്കിൽ ഈ സൈ എന്ന് പറയുന്നതിന് ആദ്യം എന്ത് ചെയ്യണം, ആലിസ്, ഇതാണ് ആലിസിന്റെ കയ്യിൽ നിന്ന് ബോബിന്റെ അടുത്തേക്ക് ടെലിപോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി എന്തായിരുന്നു എടുത്തിരുന്നത് വെച്ചാൽ ടെലിപോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റിന്റെയും ആലിസും ബോബും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇനീഷ്യലി ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യണം. അപ്പൊ കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കെറ്റ് സൈ കെറ്റ് ബീറ്റ 00 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതാണ് കെറ്റ് സൈ 0 ആണ് ദ കമ്പൈൻഡ് സ്റ്റേറ്റ്. അതിനെ ഒരു സീനോട്ടിലൂടെ കടത്തി വിടുന്നു, ഹഡമാഡിലൂടെ കടത്തി വിടുന്നു. അപ്പൊ നമുക്ക് സൈ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് കിട്ടും. അതിൽ നമ്മൾ മെഷർമെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അതിൽ മെഷർമെന്റ് നടത്തുമ്പോൾ നമുക്ക് 4 പോസിബിൾ റിസൾട്ട് ആണ് 0 0 0 1 1 0 1 1 എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഗേറ്റിലൂടെയും സെഡ് ഗേറ്റിലൂടെയും, അപ്പോ ഇങ്ങനെ ഒരു മെഷർമെന്റ് നടത്തുമ്പോഴത്തേക്ക് ഇവിടെ ഇതും ബീറ്റ 00 എന്ന് പറയുന്ന ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ആലിസും ബോബും ഷെയർ ചെയ്തത് കൊണ്ട് ഇവിടെ ഒരു മെഷർമെന്റ് നടത്തിയാൽ, ആലിസിന്റെ പാർട്ടിൽ മെഷർമെന്റ് നടത്തിയാലും ബോബിന്റെ സ്റ്റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ടാവും. അത് ബോബിന്റെ സ്റ്റേറ്റ് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇവിടെ കൊലാപ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും കൊലാപ്സ് ചെയ്യും, കാരണം ഇവിടെ ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആലിസിന് 0 0 ആണ് കിട്ടിയത് എന്ന് വെച്ചാൽ ഇവിടെ x⁻0 m1 m2 എന്ന് കാണിച്ചിട്ടുണ്ട്. x⁻0 z⁻0 എന്ന് പറയാം. അതായത് ഒന്നും ചെയ്യണ്ട, നമ്മൾ x⁻0 z⁻0 എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് കിട്ടും വെച്ചാൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. ഇനി 0 1 0 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മാത്രം സെഡ് ഗേറ്റിലൂടെ കടത്തി വിടണം. ഇനി 0 1 ആണെങ്കിൽ ഈ എക്സ് ഗേറ്റിലൂടെ കടത്തിവിടാം. അങ്ങനെ ഈ 1 1 കിട്ടുകയാണ് എക്സ് ഗേറ്റിലൂടെയും സെറ്റ് ഗേറ്റിലൂടെയും കടത്തിവിട്ടാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് കിട്ടും. ഇങ്ങനെയാണ് സിംഗിൾ ക്യൂബിറ്റ് ടെലിപോർട്ടേഷൻ നടക്കുന്നത്. അതിന്റെ ഒരു ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ടേബിൾ ബിലോ ഷോസ് ആലിസ് മെഷർമെന്റ് ഔട്ട്കം ആൻഡ് കറസ്പോണ്ടിങ് യൂണിറ്ററി ഓപ്പറേഷൻ ടു ബി used by Bob to reproduce unknown quantum state get size equal to alpha and get 0 plus beta and get 1. അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആൽഫ ആൻഡ് ഗെറ്റ് 0 പ്ലസ് ബീറ്റ ആൻഡ് ഗെറ്റ് 1 എന്ന് പറയുന്ന ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ ആലിസിന്റെ അടുത്തുനിന്ന് ബോബിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ടേബിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആലിസിന്റെ മെഷർമെന്റ് റിസൾട്ടിനനുസരിച്ച് ആലിസിന്റെ മെഷർമെന്റ് 0 0 ആണെങ്കിൽ ബോബിന്റെ സ്റ്റേറ്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ബോബ് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട, ബോബ് എന്ത് ചെയ്യുന്നുണ്ടാവുന്ന വെച്ചാൽ നമ്മൾ ടെലിപോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ആയിരിക്കും ബോബിന്റെ കയ്യിൽ ഉണ്ടാവാം. ഇനി ആലിസിന് 0 1 ആയിരുന്നു കിട്ടിയതെങ്കിൽ ബോബിന്റെ സ്റ്റേറ്റ് ഇതായിരിക്കും കയ്യിലുള്ള സ്റ്റേറ്റ്. ബോബ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സ് ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി 1 0 ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കിട്ടും സെഡ് ഗേറ്റിലൂടെ. ഇനി 1 1 ആണെങ്കിൽ സെഡിലെയും എക്സിലൂടെയും കടത്തി വിട്ടാൽ ഒറിജിനൽ സ്റ്റേറ്റ് കിട്ടും. ഈ രീതിയിലാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ടെലിപോർട്ടേഷൻ നടത്തുന്നത്. അതാണ്. അപ്പൊ നമുക്ക് ടെലിപോർട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ ഇനീഷ്യലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം ടാസ്ക് ആണ്. ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ ആലിസിന്റെ അടുത്തുനിന്ന് ബോബിന്റെ അടുത്തേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടം ടാസ്ക് ആണ്. അത് വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ്, ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റിന്റെ സഹായത്തോടു കൂടി, ഒരു ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളത് നടത്തുന്നത്. ആ ഒരു ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ആലിസ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു മെഷർമെന്റ് നടത്തി 0 0 എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബോബിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഇത് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബോബ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നടത്തണം. ആലിസിന് കിട്ടിയിട്ടുള്ള 0 0 എന്ന് പറയുന്ന റിസൾട്ടിനെ ബോബിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അറിയിക്കുക. ക്ലാസിക്കൽ ചാനലിലൂടെ നമ്മൾ ഫോൺ വിളിച്ച് പറയും പോലെയോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ആലിസിന്റെ റിസൾട്ട് എന്താണ് കിട്ടിയത് എന്നുള്ളത് ബോബിന്റെ അടുത്തേക്ക് അറിയിക്കുക. അപ്പം ബോബ് ഒരു മെഷർമെന്റ് നടത്തിയ ഒറിജിനൽ സ്റ്റേറ്റ് ബോബിന്റെ കയ്യിൽ കിട്ടും. അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പൊ ഈ ഒരു ഇതിൽ എന്ത് വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഒന്നും നമ്മുടെ സ്റ്റേറ്റ് ഇല്ല. സ്റ്റേറ്റ് ഉള്ളത് ഇവിടെയാണ്. ഇവിടുന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു മെഷർമെന്റ് നടത്തി ഒരു സീനോട്ടിലൂടെ കടത്തി വിടുമ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ് വാനിഷ് ആയി പോയി. അല്ലെങ്കിൽ പിന്നീട് നമ്മളിവിടെ അതിനെ വേറൊരു സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ടാവും. പിന്നീട് നമ്മളിവിടെ മെഷർമെന്റ് നടത്തുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആ ഒരു മെഷർമെന്റ് നടത്തുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഡിസ്റ്റർബ്ഡ് ആയി മാറി. അതായത് ഈ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വാനിഷ് ആയി പോകുന്നുണ്ട്. എന്നിട്ട് ആ സ്റ്റേറ്റ് ഇവിടെ ഒരു സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഫൈനലി എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഇവിടെ ആലിസും ബോബും ഒരു എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാവും വെച്ചാൽ ഇവിടെ ആലിസിന്റെ പാർട്ടിൽ ഒരു മെഷർമെന്റ് നടത്തുമ്പോൾ ബോബിന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ മാറുന്നുണ്ടാവും. ആ മാറിയ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു,
നമുക്ക് ക്ലാസിക്കൽ റിസൾട്ട് വെച്ചിട്ട് 0001 വെച്ചിട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് ഒറിജിനൽ സ്റ്റേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് വാനിഷ് ആവുന്ന സ്റ്റേറ്റ് ഇവിടെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടി ഒന്നും ഈ ഒരു ചാനലിൽ ഒന്നും എന്ത് വരുന്നില്ല, ഈ സ്റ്റേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും ഒരാൾ ഒരു മെഷർമെന്റ് നടത്തിയാൽ എന്തുണ്ടാവില്ല എന്ന് വെച്ചാൽ അയാൾക്ക് ഈ സ്റ്റേറ്റ് ഒന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഹൈലി സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റിനെ ഇതിന്റെ ഇടയിൽ ഒരു ആര് മെഷർമെന്റ് നടത്തിയാലും എന്തുണ്ടാവില്ല എന്ന് വെച്ചാൽ ഇത് കിട്ടില്ല. അതായത് ക്ലാസിക്കൽ റിസൾട്ട് ആയ 00 എന്ന് പറയുന്ന ഇത് എന്തുണ്ടാവും എന്ന് വെച്ചാൽ വേറെ ആര് 00 എന്ന് പറയുന്ന ആ ഒരു മെഷർമെന്റ് നടത്തിയാലും എന്തുണ്ടാവില്ല എന്ന് വെച്ചാല് അവർക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല. പക്ഷെ ആലിസിന് ആ 00 അല്ല, ബോബിന് ആ 00 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടിയ ബോബ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്റ്റേറ്റിന് ഒരു ഓപ്പറേഷൻ നടത്തിയ, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്ന ആ സ്റ്റേറ്റിന് ഒരു ഓപ്പറേഷൻ നടത്തിയ ബോബിന് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വേറൊരാൾക്കും അതിനെ ചെയ്യാൻ പറ്റില്ല. കാരണം ആലിസും ബോബും ഒരു എൻറ്റാങ്കിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ടെലിപ്പോർട്ടേഷന്റെ ഐഡിയ, സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷന്റെ. അപ്പൊ അതിന് ജസ്റ്റ് ഒരു വേറൊരു അനദർ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഉണ്ട്. അത് കാൽക്കുലേഷന്റെ അതിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാം. കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേ സർക്യൂട്ട് തന്നെയാണ്, വേറെ രീതിയിൽ അതിന്റെ ഐഡിയ ഒന്നുകൂടി പറയാം. നമുക്ക് മൊത്തത്തിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ബെൽ മെഷർമെന്റിന്റെ രീതിയിൽ പറയാം. അതായത് കെറ്റ് സൈ എന്ന് പറയുന്നത് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ഇതാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന ബെൽ സ്റ്റേറ്റ്. അപ്പോൾ കെറ്റ് സൈ 0 എന്ന് പറയുന്ന ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്, കെറ്റ് സൈ ഇൻറ്റു ബീറ്റ 00 ഈ ഒരു സ്റ്റേറ്റ് ആണ്. Here first qubit are held by Alice and first 2 qubits are held by Alice and third qubit held by Bob. ഇതിൽ ഫസ്റ്റ് 2 qubit ആലിസിന്റെ കയ്യിലാണ്, തേർഡ് ബോബിന്റെ കയ്യിലാണ്. Before doing Bell measurement, first take inner product of Bell state of Alice qubit beta 00, beta 01, beta 10, beta 11 with ket psi 0. ഈ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ആലിസിന്റെ പാർട്ടിലുള്ള ബെൽ സ്റ്റേറ്റ് എടുത്തിട്ട് ആലിസിന്റെ ആദ്യത്തെ 2 ബിറ്റ് ആലിസിൻ്റെതാണ്, ഇതിലെല്ലാത്തിലും ആദ്യത്തെ 2 ക്യൂബിറ്റ് ആലിസിന്റെ ആണ്. അതിൽ നമ്മൾ ഒരു ബെൽ സ്റ്റേറ്റ് എടുക്കുന്നു, ആലിസിന്റെ പാർട്ടിൽ ഒരു ബെൽ സ്റ്റേറ്റ് എടുക്കുന്നു. ഈ ബീറ്റ 01 എന്ന് പറയുക ഈ ബെൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആലിസും ബോബും ഷെയർ ചെയ്യുന്ന ബെൽ സ്റ്റേറ്റ് ആണ്. അതായത് 2ഉം 3ഉം ക്യൂബിറ്റുകൾ തമ്മിൽ. പക്ഷെ ഇനി നമ്മൾ എടുക്കുന്നത് 1ഉം 2ഉം ക്യൂബിറ്റുകൾ, അത് 1ഉം 2ഉം ആലിസിന്റെ തന്നെയാണ്. ആലിസിന്റെ ആദ്യത്തെ 2 ബിറ്റുകൾ ഷെയർ ചെയ്യുന്ന ബെൽ സ്റ്റേറ്റ് എടുക്കുന്നു, 4 ബെൽ സ്റ്റേറ്റ് എടുക്കുന്നു. അതുമായിട്ട് ഈ കെറ്റ് സൈ 0ന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു. അങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്ന കേസിൽ ആക്ട് ബ്രാ ബീറ്റ 00 ഫസ്റ്റ് ഓഫ് 2 ക്യൂബിറ്റ്, ആദ്യത്തെ 2 ക്യൂബിറ്റിന് മേലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രാ ബീറ്റ 00 എന്ന് വെച്ചാൽ 1/√2 ഇൻറ്റു ബ്രാ 00 പ്ലസ് ബ്രാ 11 ആണ്. അതിന് ഈ ഒരു സ്റ്റേറ്റുമായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1/2 ഇവിടെ വരും. അധികം ഇതിൽ 0 ആദ്യത്തെ 2 ബിറ്റിലേ മാത്രമേ ഉള്ളൂ, മൂന്നാമത്തെ ബിറ്റിൽ നമ്മൾ ആക്ട് ചെയ്യുന്നില്ല, അത് അതുപോലെ തന്നെ വരും. അപ്പൊ ആദ്യത്തെ 2 ബിറ്റിൽ കെറ്റ് 00 വരുന്ന ടേം മാത്രം എക്സിസ്റ്റ് ചെയ്യും ആദ്യത്തെ ഇത് ആക്ട് ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് കിട്ടും വെച്ചാൽ ഇതിൽ മാത്രമാണ് 00 വരുന്നത്. അപ്പോൾ ആൽഫ ഇൻറ്റു ബ്രാ 00 കെറ്റ് 00 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ ആദ്യത്തെ 2 ബിറ്റുകൾ 1 ആയി പോവും. അപ്പൊ ബാക്കി ഉള്ളത് എന്താണ്, ആൽഫ ഇൻറ്റു കെറ്റ് 0 ആണ്. അതുപോലെ കെറ്റ് ബ്രാ 11 ഇതിന്റെ മേലെ ചെയ്താൽ ഇതിലെ അവസാനത്തെ ടേമിൽ മാത്രമേ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇത് 1 കിട്ടും. അപ്പൊ ആൽഫ ഇൻറ്റു അല്ല ബീറ്റ ഇൻറ്റു കെറ്റ് 1 അല്ല. അതായത് ഈ ഒരു സ്റ്റേറ്റിന് ആലിസിന്റെ പാർട്ടിലുള്ള ബെൽ സ്റ്റേറ്റ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റാ കിട്ടുക. അതുപോലെ തന്നെ ബീറ്റ 01 കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കിട്ടും. ബീറ്റ 10 കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ ഇങ്ങനെ ഒന്ന് കിട്ടും. 11 കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ ഇങ്ങനെ ഒന്ന് കിട്ടും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത് എന്താ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബീറ്റ 11 ബീറ്റ ഇതിന്റെ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബെൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയാം, നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഏതെങ്കിലും ഒരു ബേസിസിൽ, അതായത് എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ IJK ബേസിസിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം I കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു, J കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു, K കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു, KK കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു.
ഐ കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ എക്സ് കിട്ടും, എ ഡോട്ട് ജെ കേപ്പ് എന്ന് പറഞ്ഞാൽ എ വൈ കിട്ടും, എ ഡോട്ട് കെ കേപ്പ് എന്ന് പറഞ്ഞാൽ എ സെഡ് കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് എ എന്ന് പറയുന്നതിന് എക്സ് ഇൻറ്റു ഐ പ്ലസ് എ വൈ ഇൻറ്റു ജെ പ്ലസ് എ സെഡ് ഇൻറ്റു കെ. അങ്ങനെ എ എന്ന് പറയുന്ന വെക്ടറിനെ ഐ ജെ കെ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഒരു ബേസിസിലെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ കോഎഫിഷ്യന്റിനെ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ ബേസിസ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സ് ഇൻറ്റു ഐ കെ പ്ലസ് അതുപോലെ എക്സ് എ വൈ എസ് സെഡ് കണ്ടുപിടിക്കുക. അതെല്ലാം ഇന്നർ പ്രൊഡക്റ്റ് അലോങ് എക്സ് വൈ സെഡ് ഡയറക്ഷൻസ് ആണ്. അത് കണ്ടുപിടിച്ചിട്ട് അത് അതിന്റെ ടേംസിൽ ആ കോഎഫിഷ്യന്റിന്റെ ടേംസിൽ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് ആ സ്റ്റേറ്റിനെ ആ പെർട്ടിക്കുലർ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് ആ ഒരു ഐഡിയ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കെറ്റ് സൈസ് സീറോനെ നമ്മൾ β00 β01 എന്ന് പറയുന്ന ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ കോഎഫിഷ്യന്റ് ഇൻറ്റു എന്ത് വരുന്നു എന്ന് വെച്ചാൽ β00 അങ്ങനെ എക്സ്പ്രസ് ചെയ്തു. അല്ലെങ്കിൽ ഈ കെറ്റ് 00ന്റെ ഫ്രണ്ടില് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ β00 വരുന്ന അല്ലെങ്കിൽ ബെൽ സ്റ്റേറ്റിൽ വരുന്ന കംപ്ലീറ്റ്നെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ബെൽ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊരു കംപ്ലീറ്റ് സെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് ഔട്ടർ പ്രൊഡക്റ്റുകളാണ്. അതായത് ബ്രാ β00 കെറ്റ് β00 ബ്രാ β00. ഇനി അതിന്റെ രണ്ടാമത്തെ ടേം കെറ്റ് β01 ബ്രാ β01. അതുപോലെ 4 ടേമുകളും ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇതിന്റെ ഫ്രണ്ടിൽ ആ ഒരു ഐഡന്റിറ്റി ആക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നർ പ്രൊഡക്റ്റുകൾ എടുത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ കൊടുത്താൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് കിട്ടും, β00 എന്ന് പറയുന്നത്. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് സ്റ്റേറ്റിനെ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഇതിലൂടെ ഈ ഇപ്പം കാണിച്ചിട്ടുള്ള ഈ കെറ്റ് സൈസ് 0 എന്ന് പറയുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈ ഒരു ബെൽ മെഷർമെന്റ് നടത്തുന്നത്. ബെൽ മെഷർമെന്റ് ഒന്നിച്ച് പറയാണ്. ഈ ഒരു ബെൽ മെഷർമെന്റ് നടത്തുന്നത് അതായത് ഒരു സീനോട്ടിലൂടെ ഹടമാടിലൂടെ കടത്തിവിടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സീനോട്ടിലൂടെ ഹടമാടിലൂടെ ഇതിനെ കടത്തിവിട്ടാൽ ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ കടത്തിവിട്ടാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇത് β00 ആണ് കെറ്റ് 00 കിട്ടും, β01 ആണ് കെറ്റ് 10 കിട്ടും, 01 കിട്ടും. കെറ്റ് β10 ആണെങ്കിൽ കെറ്റ് 10 കിട്ടും, β11 ആണെങ്കിൽ കെറ്റ് 11 കിട്ടും. അങ്ങനത്തെ 4 സ്റ്റേറ്റുകളാണ് കിട്ടുന്നത്. അങ്ങനെ സീനോട്ട് എച്ച് എന്ന് പറയുന്ന ഈ ഒരു ബെൽ മെഷർമെന്റ് സർക്യൂട്ടിലൂടെ ഒന്നിച്ച് കടത്തിവിട്ടാൽ നമുക്ക് സൈറ്റ് 2 കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് കിട്ടും. അപ്പൊ ഇത് ഈ രീതിയിലും ചെയ്യാന്നുള്ളത് കാണിച്ചതാണ്. നമുക്കൊരു ജനറലി നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ഇത് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ബെൽ മെഷർമെന്റ് എടുക്കുന്നതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബെൽ സ്റ്റേറ്റിൽ എടുത്താൽ മതി, ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെയ്താൽ നേരത്തെ തന്നെ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കൂടി ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഈ ഒരു സ്റ്റേറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സൈറ്റ് 2 എന്ന് പറയുന്ന അതേ സ്റ്റേറ്റ് തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ 2 എണ്ണം സെപ്പറേറ്റ് ചെയ്തതിന് പകരം ഈ ഒരു കേസിൽ നമ്മൾ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു സ്റ്റേറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ ഫോളോ ദി ലാസ്റ്റ് പ്രൊസീജിയർ ഫോർ സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് പ്രൊസീജിയർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകൂടി ചെയ്താൽ നമുക്ക് സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ നടത്താൻ പറ്റും. ഇതാണ് സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് പെട്ടെന്ന് ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് 2 ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷനും ഒന്ന് പറയാം. എങ്ങനെയാണ് നമുക്ക് 2 ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷൻ നടത്താന്നുള്ളത്. അതിന്റെ ഓവറോൾ ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. ഇതേ ഐഡിയ തന്നെ അതിലെങ്ങനെയാ വരുന്നത് എന്ന് വെച്ചാൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് ക്യൂബിറ്റിന് വേണമെങ്കിലും n ക്യൂബിറ്റിനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സിംഗിൾ ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷന്റെ അതേ ഐഡിയ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ക്യൂബിറ്റ് ആണ്. ദ സ്റ്റേറ്റ് ആലിസ് വാണ്ട്സ് ടു ടെലിപ്പോർട്ട് ഈസ് 2 ക്യൂബിറ്റ് എന്ന് പറയുമ്പോൾ 4 സ്റ്റേറ്റുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. കെറ്റ് 5 is equal to a into ket 00 plus b into ket 01 plus c into ket 10 plus d into ket 11. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ആൽഫ ബീറ്റ അല്ല, എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സ് കോഎഫിഷ്യന്റ് ആണ്. പിന്നെ ഇവിടെ 5 എന്താണെന്ന് വെച്ചാൽ അത് വി അസ്യൂം 5 ടു ബി നോർമലൈസ്ഡ്. ഇവിടെ 5 നോർമലൈസ്ഡ് ആണെന്നുള്ളത് കൂടി നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ ഒരു കേസിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതിന്റെ മാഗ്നിറ്റ്യൂഡുകളുടെ സ്ക്വയറുകൾ 1 ആയിരിക്കണം.
For 2-qubit teleportation, Alice and Bob share a 4-qubit maximally entangled state called generalized Bell state. അതായത് ഈ ഒരു കേസിൽ നേരത്തെ നമ്മൾ ബെൽ സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ആലിസും ബോബും ഒരു ബെൽ സ്റ്റേറ്റ് ഷെയർ ചെയ്യണം ടെലിപോർട്ടേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പകരം ബെൽ സ്റ്റേറ്റിന് പകരം നമ്മൾ എന്താ ഒരു ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് ആണ്. നേരത്തെ 2-qubit ഇതിൽ വരുന്ന ബെൽ സ്റ്റേറ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരു ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. There exist 16 അതിനെ ജി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. There exist 16 ജി സ്റ്റേറ്റ് ആൻഡ് we divided them into 4 groups. അതായത് നമുക്ക് 16 എന്തുണ്ട്, ജി സ്റ്റേറ്റ്സുകൾ ഉണ്ട്. നേരത്തെ ബെൽ സ്റ്റേറ്റ്സ് ആണെങ്കിൽ 4 എണ്ണമാണ് ഉള്ളത്, കാരണം അത് 2-qubit ആണ്. ഈ ഒരു കേസിൽ നമ്മൾ 2-qubit ടെലിപോർട്ടേഷന്റെ കേസിൽ നമ്മൾ ഒരു ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് എടുക്കുന്നു, അതൊരു 4-qubit സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ സിംഗിൾ ക്യൂബിറ്റ് ടെലിപോർട്ടേഷൻ നടത്തണമെങ്കിൽ ഒരു 2-qubit എന്ത് വേണം, ബെൽ സ്റ്റേറ്റ് വേണം. പക്ഷെ ഇവിടെ 2-qubit നടക്കണമെങ്കിൽ അതിന്റെ ഡബിൾ എണ്ണം എന്ത് വേണമെന്ന് വെച്ചാൽ ഡബിൾ ക്യൂബിറ്റിൽ വരുന്ന ബെൽ സ്റ്റേറ്റ് വേണം. ഇവിടെ 2-qubit ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ 4-qubit എന്ത് വേണം, ബെൽ സ്റ്റേറ്റ് വേണം. അതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 16 ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്ക് ഇതിൽ വരുന്നത്. അതായത് 2-qubit ടെലിപോർട്ടേഷന്റെ കേസിൽ 4-qubit ആയിട്ട് വരുന്ന 16 ബെൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അതിന് നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് 1ലാണ് ഇത്. ഗ്രൂപ്പ് 1ലെ കെറ്റ് G1 എന്ന് പറയുന്നു. 1/√2 കെറ്റ് 0,0,0,1,0,1 ഇതാണ് ഒരെണ്ണം G1, G2. അതുപോലെ G3, G4 ഉണ്ട്. അങ്ങനെ 4 എണ്ണം ഗ്രൂപ്പ് 1ലുണ്ട്. ഇതെല്ലാം ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് ആണ്. ഇത് ഏതുപോലെ തന്നെയാണെന്ന് വെച്ചാൽ മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്, മാക്സിമലി എൻടാങ്കിൾഡ് 4-qubit സ്റ്റേറ്റ് ആണ്. ഇതും ഒരു ബേസിസ് ഒക്കെ ആയി ആക്ട് ചെയ്യും. അതായത് നമ്മുടെ നേരത്തെ ബെൽ സ്റ്റേറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടി ഉള്ള സംഭവമാണ്. ഇത് 4-qubitലാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 4 എണ്ണം വന്നു. ഇനി ഗ്രൂപ്പ് 2ല് G5, G6, G7, G8 ഉണ്ട്. അങ്ങനത്തെ 4 എണ്ണം കൂടി. ഗ്രൂപ്പ് 3ലും ഉണ്ട് ഇതേപോലെ 4 എണ്ണം. അങ്ങനെ ഗ്രൂപ്പ് 4ലും 4 എണ്ണം ഉണ്ട്. അങ്ങനെ 16 എന്തുണ്ട്, ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ്സ് ഉണ്ട്. നേരത്തെ 2-qubitന്റെ കേസിൽ 4 ബെൽ സ്റ്റേറ്റ് ഉള്ളവണ്ണം 4-qubitന്റെ കേസിൽ 16 ബെൽ സ്റ്റേറ്റ്സ് ഉണ്ട്, ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് ഉണ്ട്. These states form an orthonormal basis. ഈ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർത്തോനോർമൽ ബേസിസ് ഉണ്ട്. അതിന്റെ ഔട്ടർ പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ് എന്താണ്, ഐഡന്റിറ്റി ആണ്. പിന്നെ അത് ഓർത്തോഗണൽ ആണ്. ബ്രാ GJ, GK എന്ന് പറയുന്നത് ഡെൽറ്റ JK ആണ്. അത് ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഈ 16 ബെൽ സ്റ്റേറ്റും ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യും. For teleportation, Alice and Bob must share one of the 16 G state. ടെലിപോർട്ടേഷൻ നടത്തണമെങ്കിൽ ആലിസ് ബോബ് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ബെൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഒരു ബെൽ സ്റ്റേറ്റ് അല്ല ഒരു ജി സ്റ്റേറ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഷെയർ ചെയ്യണം. ഇൻ വിച്ച് ഫസ്റ്റ് 2-qubit ആർ വിത്ത് ആലിസ് ആൻഡ് ലാസ്റ്റ് 2-qubit വിത്ത് ബോബ്. അതായത് നമ്മൾ പറഞ്ഞു 4-qubit ടെലിപോർട്ടേഷൻ 2-qubit ടെലിപോർട്ടേഷൻ ആണ് നടത്തുന്നത്. 2-qubit ടെലിപോർട്ടേഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു 4-qubit ആയിരിക്കണം. ആ 4-qubitലെ ആദ്യത്തെ 2 qubit ആലിസ് ഹോൾഡ് ചെയ്യും, രണ്ടാമത്തെ പിന്നുള്ള 2 qubit ബോബും. അതായത് സിംഗിൾ ക്യൂബിറ്റ് ടെലിപോർട്ടേഷനിൽ 2 qubit ആണ് വരുന്നത്. അതിൽ 2-qubit എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്, അതായത് ബെൽ സ്റ്റേറ്റ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തത് ആലിസും രണ്ടാമത്തെ ബോബും ആയിരുന്നു. ഇവിടെ 2-qubit ടെലിപോർട്ടേഷനിൽ നമ്മുടെ ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4-qubit ബെൽ സ്റ്റേറ്റ് ആണ്. അപ്പോ അതാണ് ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ്. അതിൽ 4-qubit ഉണ്ട്, 4 qubit ഉണ്ട്. അതിൽ ആദ്യത്തെ 2 എണ്ണം ആലിസിന്റെ കയ്യിലായിരിക്കും, പിന്നത്തെ 2 എണ്ണം ബോബിന്റെ കയ്യിലായിരിക്കും. അതുപോലെ നമുക്ക് n-qubit ഉണ്ടെങ്കിൽ അതിൽ n/2 എണ്ണം ആലിസിന്റെ കയ്യിലും n/2 എണ്ണം ബോബിന്റെ കയ്യിലും ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് എന്തുണ്ടാവും, n-qubit ടെലിപോർട്ടേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ assume that Alice and Bob share G1 state, then initial state is. നമുക്ക് സൗകര്യത്തിന് വേണ്ടി ആലിസും ബോബും ഷെയർ ചെയ്യുന്നത് കെറ്റ് G1 എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ് ആണ്. ഏത് ബെൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് ടെലിപോർട്ടേഷൻ നടത്താൻ പറ്റും. നമ്മൾ G1 എന്ന് പറയുന്ന ബെൽ സ്റ്റേറ്റ് എടുത്തു. നേരത്തെ ഇതിൽ നമ്മൾ β00 ആണ്. β00 തന്നെ നിർബന്ധമൊന്നുമില്ല. β01
എടുത്തിട്ടും ചെയ്യാൻ പറ്റും. ഇനി കെറ്റ് 50 കെറ്റ് സായി ടെൻസർ പ്രൊഡക്റ്റ് കെറ്റ് G1. അപ്പൊ ഇത് രണ്ടും കൂടി ടെൻസർ പ്രൊഡക്റ്റ് എടുത്താൽ G1 ഇതാണ്, നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. ഇതാണ് കെറ്റ് 5 എന്ന് പറയുന്നത്. ഇതാണ് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്. ഇതാണ് എൻഡാങ്കിൾഡ് സ്റ്റേറ്റ്, ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റ്. അതിന്റെ രണ്ടിന്റെയും കൂടി ടെൻസർ പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ 50 എന്ന് പറയുന്നത്. ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 2 ക്യൂബിറ്റ് ടെലിപ്പോർട്ടേഷന്റെ ഇൻപുട്ട്. ഹിയർ ഫസ്റ്റ് ഇവിടെ ഇത് നോക്കിക്കോളൂ. ഇവിടെ അത് എടുക്കുന്ന സമയത്ത് ഒരു 6 ക്യൂബിറ്റ് സ്റ്റേറ്റ് ആണ്. അതായത് 6 ക്യൂബിറ്റ് സ്റ്റേറ്റ് വരാൻ കാരണം ആദ്യത്തെ രണ്ട് ബിറ്റ് എന്ന് പറയുന്നത് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ആണ്. ലാസ്റ്റ് 4 എന്ന് പറയുന്നത് എന്താണ്, എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. അതായത് G1 എന്ന് പറയുന്ന ഒരു 4 ക്യൂബിറ്റ് ആണ്, 4 ക്യൂബിറ്റ് ആണ്. 5 എന്ന് പറയുന്നത് ഒരു 2 ക്യൂബിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ 6 വരുന്നത്. അതായത് 2 ക്യൂബിറ്റ് ആണ് ടെലിപ്പോർട്ട് ചെയ്യേണ്ട. അപ്പൊ ആദ്യത്തെ 2 ടെലിപ്പോർട്ട് ചെയ്യേണ്ട പാർട്ടും അവസാനത്തത് എൻഡാങ്കിൾഡ് സ്റ്റേറ്റും ആയിരിക്കും. അപ്പൊ ഇതിലെ ഈ 6 ആദ്യത്തെ 2 എന്താണ്, ടെലിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആലിസിന് ബോബിന്റെ അടുത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആദ്യത്തെ 2 ആലിസിന്റെ കയ്യിലുള്ളതായിരിക്കും. പിന്നത്തെ 4 ആദ്യത്തെ 2 എന്തായിരിക്കും, അതും ആലിസിന്റെ കയ്യിലുള്ളതാണ്. കാരണം ആലിസും ബോബും ഷെയർ ചെയ്യുന്നതാണ് അവസാനത്തെ 4 ക്യൂബിറ്റ്. അതിൽ ആദ്യത്തെ 2 ആലിസിന്റെ കയ്യിലും അവസാനത്തെ 2 ബോബിന്റെ കയ്യിലാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ 6 ക്യൂബിറ്റില് ആദ്യത്തെ 4 ആലിസിന്റെ കയ്യിലുള്ളതായിരിക്കും. അതായത് എ പിന്നീട് ബി ആയിരിക്കും. അപ്പൊ അതിൽ അങ്ങനെ വരാൻ കാരണം ആദ്യത്തെ 2 ടെലിപ്പോർട്ട് ചെയ്യേണ്ടതും പിന്നത്തെ 2 എൻഡാങ്കിൾഡും ആണ്. അവസാനത്തത് ബോബിന്റെ എൻഡാങ്കിൾഡ് സ്റ്റേറ്റിന്റെ പാർട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഈ ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ടത്. മൊത്തത്തിലുള്ള ടെലിപ്പോർട്ട് ചെയ്യേണ്ട അല്ല, ടെലിപ്പോർട്ട് ചെയ്യേണ്ട 5 ആണ്. പക്ഷെ ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ് വരുന്നത്. ഇങ്ങനെ ഒരു ജനറലൈസ്ഡ് ബെൽ സ്റ്റേറ്റുമായിട്ട് ടെൻസർ പ്രൊഡക്റ്റ് എടുത്താൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ആ ഒരു ഇതിൽ കാൽക്കുലേഷനിൽ ചെയ്തോണം. ഈ 50 നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബെൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ ബെൽ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓർത്തോനോർമൽ ബേസിസ് ആണ്. അതിന്റെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നേരത്തെ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റിന് ബെൽ സ്റ്റേറ്റ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ അതിന്റെ കോഷ്യന്റ് ആണ് ഈ 5J കിട്ടുന്നത്. അത് ഇൻറ്റു GJ എടുത്താൽ മതി. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അതേ മെത്തേഡ്. അത് ഇവിടെ അത് നേരിട്ട് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റിന് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആലിസ് നൗ മേക്ക് എ ജനറലൈസ്ഡ് ബെൽ മെഷർമെന്റ് ഒബ്റ്റെയിൻ വിത്ത് ഈക്വൽ പ്രോബബിലിറ്റി 1 of the 16 സ്റ്റേറ്റ്സ്. അതായത് ഇനി ആലിസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു ജനറലൈസ്ഡ് ബെൽ മെഷർമെന്റ് എടുത്തു. അതായത് ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്. ഇവിടെ ആലിസ് എന്ത് ചെയ്യുന്നു, ഒരു ജനറലൈസ്ഡ് ബെൽ മെഷർമെന്റ് എടുക്കുന്നു. ജനറലൈസ്ഡ് ബെൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെൽ സ്റ്റേറ്റ് ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസിക്കൽ ബിറ്റ് കിട്ടും. അപ്പോൾ ആലിസിന് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റിൽ ഒരു ബെൽ മെഷർമെന്റ് നടത്തുമ്പോൾ ആലിസിന് എന്ത് കിട്ടുക, ഒരു G1, ഇവിടെ G1 to G16 വരെ ഉണ്ട്. അപ്പൊ G1 ആണ് കിട്ടുന്നതെങ്കിൽ ആലിസിന് കിട്ടുന്നത് എന്തായിരിക്കും, 0 0 0 0 ആയിരിക്കും. 4 0 വരുന്ന സ്റ്റേറ്റ് ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ചെയ്യുന്നുണ്ടാവും. By G measurement, we mean that Alice make a joint measurement in 2 qubit. She want to teleport plus 2 qubit from the G state shared with Bob. അതായത് G മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 2 അതായത് G മെഷർമെന്റ് നടത്തുന്നത് ആദ്യത്തെ ക്യൂബിറ്റുകളിലാണ്, 4 ക്യൂബിറ്റിലാണ്. അതിൽ 2 എന്ന് പറയുന്നത് ആലിസ് എന്ത് ചെയ്യേണ്ടത്, സെൻഡ് ചെയ്യേണ്ടതും 2 ബോബുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതിലും ആയിരിക്കും. Then she sent Bob the classical message of 4 qubit to 4 bit to inform him which G state she has measured. അതായത് നേരത്തെ ഉള്ളവണ്ണം തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ജനറലൈസ്ഡ് ബെൽ മെഷർമെന്റ് നടത്തുന്നു. അപ്പോൾ ആകെയുള്ള 16 റിസൾട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, പോസിബിൾ ആയിട്ടുള്ള 16 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആലിസിന് കിട്ടിയിട്ടുണ്ടാവുന്നത്. അപ്പൊ ആ ഒരു റിസൾട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ക്ലാസിക്കൽ മെസ്സേജ്, അതായത് ഒരു 4 ക്യൂബിറ്റ്, അതായത് 0 0 0 0 0 0 0 1 അങ്ങനത്തെ 4 ബിറ്റ് വരുന്ന ക്ലാസിക്കൽ റിസൾട്ട് ആയിരിക്കും എന്ത് കിട്ടിയിട്ടുണ്ടാവുന്നത്, ആലിസിന് കിട്ടിയിട്ടുണ്ടാവുന്നത്. എന്നിട്ട് ആലിസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ക്ലാസിക്കൽ റിസൾട്ട് എന്ത് ചെയ്യും, ബോബിനെ അറിയിക്കും. അപ്പോ ആദ്യത്തെ ഇതിലാണ് കിട്ടുന്നതെങ്കിൽ ബോബ് എന്ത് ഉണ്ടാവും, ഏതോ ഒരു സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഇതിനനുസരിച്ച് ബോബ് എന്തോ ഒരു മെഷർമെന്റ് നടത്തിയ ഒറിജിനൽ സ്റ്റേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ സിംഗിൾ ക്യൂബിറ്റിലെ അതേ ഐഡിയ ആണ്. ഇവിടെ സിംഗിൾ ക്യൂബിറ്റ് 2 ക്യൂബിറ്റ് ബെൽ സ്റ്റേറ്റിന് പകരം ഇവിടെ 4 ക്യൂബിറ്റ് ബെൽ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
With this information, Bob knows what unitary operation he must apply on his 2-qubit to faithfully recover the teleported state. അതായത് ആലിസ് ഒരു മെഷർമെന്റ് നടത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ക്ലാസിക്കൽ റിസൾട്ട് ബോബിനെ അറിയിക്കും. ബോബ് ആ റിസൾട്ട് വെച്ചിട്ട് സം ഓപ്പറേഷൻ ചെയ്യും, എന്നിട്ട് ഒറിജിനൽ സ്റ്റേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. After applying the unitary operation, the protocol is finished and Alice has succeeded in teleporting her arbitrary 2-qubit state. അങ്ങനെ ഈ ഒരു യൂണിറ്ററി ഓപ്പറേഷൻ ബോബ് നടത്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബോബിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ റിസൾട്ട് ആലിസ് സെൻഡ് ചെയ്യുന്ന റിസൾട്ട് സ്റ്റേറ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സക്സസ്ഫുൾ ടെലിപ്പോർട്ടേഷൻ നടത്തും. അപ്പോൾ ഇവിടെ അതിന്റെ വേരിയസ് റിസൾട്ട് ഇവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത്രയുള്ള 2-qubit ടെലിപ്പോർട്ടേഷൻ. അതായത് ആലിസ് ജി മെഷർമെന്റ് റിസൾട്ട് ആൻഡ് കറസ്പോണ്ടിങ് ഓപ്പറേഷൻ ബൈ ബോബ് ഇൻ ഹിസ് ക്യൂബിറ്റ് ഈസ് ഷോൺ ഇൻ ദി ബിലോ ടേബിൾ. അതായത് ആലിസ് മെഷർമെന്റ് നടത്തിയ ആലിസിന് ഈ 16 റിസൾട്ടുകളായിരിക്കും കിട്ടുന്നത്. ഒന്നുകിൽ G1 സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട്, G2 കറസ്പോണ്ടിങ് ആയ റിസൾട്ട്, അങ്ങനെ G16, അങ്ങനെ 16 റിസൾട്ടുകൾ ആലിസിന് ഒരു ജനറലൈസ്ഡ് വെൽ മെഷർമെന്റ് നടത്തിയാൽ കിട്ടും. അപ്പൊ അതില് G1 സ്റ്റേറ്റ് ആണ് കിട്ടുന്നത്. G1 സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 00, 4 0 വരുന്ന സ്റ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ബോബ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. ബോബിന്റെ കയ്യിലുള്ള സ്റ്റേറ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ആലിസ് ടെലിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് ആയിരിക്കും. ബോബിന് ഒറിജിനൽ സ്റ്റേറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി G2 ആണ് കിട്ടുന്നതെങ്കിലും ബോബ് എന്ത് ചെയ്യണം, ചെറു സിഗ്മ സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യണം. G3 ആണ് സിഗ്മ 2 സെറ്റ് എന്ന് പറയുന്നത് ചെയ്യണം. അങ്ങനെ ഈ 16 റിസൾട്ടുകൾ കിട്ടിയാലും ബോബ് എന്താ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആലിസിന് കിട്ടിയ റിസൾട്ട് ബോബിനെ അറിയിക്കുന്നു. ബോബ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്ത് ബോബ് ഒറിജിനൽ സ്റ്റേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് 2-qubit ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് ഒരു അൺനോൺ ക്വാണ്ടം സ്റ്റേറ്റിനെ, അത് സിംഗിൾ ക്യൂബിറ്റ് ആയിക്കോട്ടെ, 2-qubit ആയിക്കോട്ടെ, n-qubit ആയിക്കോട്ടെ, ഏതിനെ വേണമെങ്കിലും ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ്, ആലിസും ബോബും ഷെയർ ചെയ്യുന്ന ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റിന്റെ സഹായത്തോടു കൂടി, ഒരു ക്ലാസിക്കൽ മെസ്സേജിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹൈലി സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ ഇടയിൽ ഏതൊരു ഈസ് ഡ്രോപ്പർ, ഒരു വരുന്നു, അതായത് വേറൊരാള് ഇൻഫർമേഷൻ ചോർത്താൻ വന്നാൽ പോലും അയാൾക്ക് ഇതൊന്നും കിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആലിസിന്റെ അടുത്തുള്ള സ്റ്റേറ്റിനെ അവിടെ വാനിഷ് ആയിട്ട് ബോബിന്റെ അടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആലിസിന് കിട്ടി, ആലിസ് ബോബിന്റെ അടുത്തേക്ക് അയക്കുന്ന ആ ക്ലാസിക്കൽ റിസൾട്ട് വെച്ചിട്ട് ബോബ് ഒരു ഓപ്പറേഷൻ ചെയ്യും. ആ ഓപ്പറേഷൻ ആണ് ഇത്. ഈ ഒരു ഓപ്പറേഷൻ ബോബ് ചെയ്ത ആ ഒരു റിസൾട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസിക്കൽ റിസൾട്ട് വെച്ചിട്ട് വേറൊരാൾ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ആലിസിന്റെ റിസൾട്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേ ഓപ്പറേഷൻ ചെയ്താൽ അദ്ദേഹത്തിന് ഒന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആലിസും ബോബും ആണ് എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആലിസും ബോബും ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ബോബിന് ഇങ്ങനെ ഒരു മെഷർമെന്റ് നടത്തിയ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ടെലിപ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയാണ് ടെലിപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ലിങ്ക് ഇതിലിട്ടിട്ടുണ്ട്, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളൊന്ന്, ഞാനിതിന്റെ PPT ഗ്രൂപ്പിലിടാം. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടി നിങ്ങളിത് ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ
അതെ അതെ അതെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അവര് സാറോട് പേഴ്സണലി ആ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. കുറച്ച് പേര് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഓക്കെ. ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു.